ഭീമ ദ ലോൺ വാരിയർ അത് ആരുടെ ടൈറ്റിലാണ് ഞാൻ എടുത്തത്? രണ്ടാം മൂഴം വേണ്ടാന്ന് ഞങ്ങൾ രണ്ടാളും നേരത്തെ എന്നുവെച്ചാൽ രണ്ടാം മൂഴം ഇംഗ്ലീഷിൽ അതിനൊരു അർത്ഥമില്ല. ടൈറ്റിൽ ഇന്ന മാതിരി വേണമെന്ന് MT തന്നെയാണ് പറഞ്ഞത്. അതിൽ ഭീമൻ്റെ പേര് വരണം, ആൻഡ് ദി ഐഡിയ ഓഫ് വാർ വരണം എന്ന് പറഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാലത്താണല്ലോ നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറയണു എല്ലാവരും. വിവർത്തന മേഖലയ്ക്ക് വിവർത്തന മേഖലയെ കൊല്ലും അവർ. AI ട്രാൻസ്ലേഷൻ വായിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വായിക്കില്ല, എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് AI ഒരു ഇൻട്രസ്റ്റും ഇല്ല. അത് സയൻസിൽ പ്രയോഗിച്ചോട്ടെ. വൈ ബ്രിങ് ഇറ്റ് ഇൻ ടു ലിറ്ററേച്ചർ? AI ഇസ്, ഐ കൺസിഡർ ഇറ്റ് എൻ്റെ ശത്രുവായിട്ടാണ് കാണുന്നത്. സിനിമയുടെ സബ് ടൈറ്റിലിംഗ് ഇന്നത് കോമൺ ആണ്, പക്ഷെ കാലങ്ങൾക്ക് മുമ്പേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സിനിമയുടെ സബ് ടൈറ്റിലിംഗ് ഞങ്ങളൊക്കെ ഒരു പഴയ മെഷീനിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സബ് ടൈറ്റിലിംഗ് ചെയ്യുന്ന കുട്ടികൾക്ക് തന്നെ അറിയില്ല. അത് ട്രാൻസ്ലേഷൻസ് ഇന്ത്യൻ, നമ്മളുടെ മലയാളം മാത്രമല്ല, ഇന്നാളും കൂടി ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു, വളരെ മോശമാണ്. ഒന്നാമത് നമ്മുടെ പബ്ലിഷേഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ല, അപ്പോൾ വളരെ മോശമാണ് ട്രാൻസ്ലേഷൻ ഫീൽഡ്. അപ്പോൾ ഇപ്പോഴത്തെ യങ് ട്രാൻസ്ലേറ്റേഴ്സ് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പൊ കുറച്ച് കാലമൊക്കെ മാറിയല്ലോ, കുറച്ച് കമേഴ്ഷ്യലൈസ് ചെയ്തില്ലേ എല്ലാം. അപ്പൊ എനിക്ക് ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടി ഹാപ്പിയാണ്. ഞങ്ങളുടെയൊക്കെ വിറ്റു അത്രയും. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ ആക്ച്വലി ഇപ്പോൾ ആനന്ദിന്റെ നോവല് മയ്യഴിയൊക്കെ അതിന് റോയൽറ്റി കിട്ടുന്നതൊക്കെ അതിന് 2 ഡിജിറ്റ് റോയൽറ്റിയൊക്കെ കിട്ടുള്ളൂ ചിലപ്പോൾ. ഇപ്പോൾ 90-ാം വയസ്സിലും 19ന്റെ വീര്യത്തോട് കൂടിയിട്ട് വിവർത്തന മേഖലയിൽ സജീവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഉള്ള പ്രോജക്ട്സ് കഴിക്കാൻ തീർത്ത് കൊടുക്കാണ്ട് പറ്റുമോ? അതെ, ഇതൊരു റിട്ടയർമെന്റ് ഇല്ലാത്ത ഫീൽഡാണല്ലോ എഴുത്ത് എന്ന് പറയുന്നത്. ഇതോടുകൂടി ഞാൻ നിർത്തും. ഇനിയുള്ള വലിയ പ്രോജക്ട്സ് അല്ലേ ഇതോടുകൂടി. ഡോക്ടർ ഗീതാ കൃഷ്ണൻകുട്ടി, ദ വെറ്ററൻ ട്രാൻസ്ലേറ്റർ. MT വാസുദേവൻ നായർ, NP മുഹമ്മദ്, M മുകുന്ദൻ, സക്കറിയ, ആനന്ദ്, ലളിതാംബിക അന്തർജന തുടങ്ങി മലയാള സാഹിത്യത്തിൻ്റെ അധികായരെയെല്ലാം തൻ്റെ വിവർത്തനത്തിലൂടെ ലോക സാഹിത്യത്തിലെത്തിച്ച പ്രഗത്ഭ കഴിഞ്ഞ 40 വർഷമായി വിവർത്തന സാഹിത്യത്തിൽ തൻ്റേതായ ഇടം കണ്ടെത്തി സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെ അനേകം പുരസ്കാരങ്ങൾ തേടിയെത്തിയ ഗീതാ കൃഷ്ണൻകുട്ടി തൻ്റെ 90-ാം വയസ്സിലും വിവർത്തന മേഖലയിൽ സജീവമാണ്. ഗീതാ കൃഷ്ണൻകുട്ടിയാണ് ഇന്ന് നമ്മുടെ അതിഥി. നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ? ഇപ്പോഴത്തെ വിശേഷം? അതെ, ഇപ്പോഴത്തെ വിശേഷം മഴയുള്ള നാട്ടിൽ വന്നപ്പോൾ നല്ല സുഖം. കുറേ കാലമായിട്ട് ചെന്നൈയിലാണല്ലോ അല്ലേ? ചെന്നൈയിൽ ഞാൻ 55 മുതൽക്ക് ചെന്നൈയിലാണ്. 19-ാമത്തെ വയസ്സിലാണ് കല്യാണം കഴിഞ്ഞിട്ട് ചെന്നൈയിലെത്തുന്നത് അല്ലേ? അതെ, എനിക്ക് ഓർമ്മയുണ്ടല്ലേ. പിന്നെ 2 പതിറ്റാണ്ട് കാലം വീടുമായിട്ടുള്ള ഗുസ്തി. പിന്നെ 37-ാമത്തെ വയസ്സിലാണ് ലൈഫിലെ സെക്കൻഡ് ഇന്നിങ്സ്. മലയാള തീരെ വിചാരിച്ചില്ല ട്രാൻസ്ലേഷനിലേക്ക് വരുന്ന. മലയാള സാഹിത്യത്തിന്റെ വലിയൊരു മൈൽ സ്റ്റോൺ ആയിട്ട് അത് മാറുക. അതെനിക്കറിയില്ല. നമുക്ക് ആ കഥ ഒന്ന് കേട്ടാലോ? അതിലെ വലിയ കഥയൊന്നുമില്ല. ശരിക്കും പറയുകയാണെന്ന് വെച്ചാൽ ഞാൻ മലയാളത്തിൽ അങ്ങനെ പഠിച്ചതേ ഇല്ല. എന്താ വെച്ചാൽ ഈ തമിഴ്നാട്ടിലായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തിരുന്നത് പല ഡിസ്ട്രിക്ട്സിൽ. അതുകൊണ്ട് മലയാളം പഠിപ്പിച്ചത് അമ്മയാണ്. ആൽഫബറ്റ്സ് ഒക്കെ പഠിപ്പിച്ചു തന്നു. പിന്നെ അങ്ങനെ വായിക്കാൻ തോന്നി. അപ്പം അങ്ങനെ വായിച്ച് ഇഷ്ടം തോന്നി. അന്ന് മൈസൂർ യൂണിവേഴ്സിറ്റിയിലെ ഒരു പരസ്യമാണ് ഗീതാ കൃഷ്ണൻകുട്ടിയെ ഡോക്ടർ ഗീതാ കൃഷ്ണൻകുട്ടി ആക്കിയത്. അതെ, 37 വയസ്സ് കഴിഞ്ഞാൽ BA എടുക്കാണ്ട് MA എടുക്കായിരുന്നു. അതൊരു പ്രത്യേകമായിട്ട് ഒരു ക്ലോസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പേപ്പറിൽ കണ്ടിട്ട് ചെയ്തതാണ്. അപ്പോൾ ആദ്യം MA ചെയ്തിട്ട് പിന്നെ അങ്ങനെ PhD. MA ലിറ്ററേച്ചർ എടുത്തു, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്തു, പിന്നെ നേരെ PhD, അതും കമ്പാരറ്റീവ് ലിറ്ററേച്ചറിൽ. പക്ഷെ അധ്യാപികയാവാനൊന്നും ഇഷ്ടമല്ലായിരുന്നു. പഠിപ്പിക്കാൻ എനിക്കിഷ്ടമില്ല. പക്ഷെ പഠിപ്പിച്ചത് ഫ്രഞ്ചാ. കുറച്ച് അത് വേണ്ടി വന്നു, എനിക്കിഷ്ടമായിട്ടല്ല. പക്ഷെ ഒന്ന് ഞാൻ എൻജോയ് ചെയ്തു. ഒടുവായപ്പോൾ എനിക്ക് ഓൾഡർ സ്റ്റുഡൻസ് 60-65 വയസ്സ് കഴിഞ്ഞവരെ പഠിപ്പിക്കാൻ എനിക്കിഷ്ടമാണ്. എന്താ വെച്ചാൽ വളരെ മോട്ടിവേറ്റഡ് ആണ്.
കുട്ടികളെ പഠിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. ഇഷ്ടമല്ല. എന്താ ഈ ഫ്രഞ്ച് തിരഞ്ഞെടുക്കാൻ എന്തായിരുന്നു കാരണം? എനിക്ക് ഫ്രഞ്ചിൽ വായിക്കാൻ വലിയ മോഹമായിരുന്നു. ട്രാൻസ്ലേഷൻ വായിച്ച് മതിയായി. സോ ഐ വാണ്ടഡ് ടു റീഡ് ദ ലാംഗ്വേജ് ഡയറക്റ്റ്ലി. അവർ പഠിപ്പിച്ച രീതിയിൽ അലിയൻസ് ഫ്രാൻസിസിൽ പഠിപ്പിക്കുന്ന 3 മാസം കൊണ്ട് വായിക്കാൻ പറ്റും. ലളിതാംബിക അന്തർജനത്തിന്റെ കഥകൾ വിവർത്തനം ചെയ്തുകൊണ്ടാണ് വിവർത്തന മേഖലയിലേക്ക് വരുന്നത്. 2 ഷോർട്ട് സ്റ്റോറീസാണ് ആദ്യം ചെയ്തത്. അന്നത്തെ കാലത്ത് ഹിന്ദുവില് സെൻറ്റർ പേജിൽ ഒരു കഥ വരുമായിരുന്നു. എന്തെങ്കിലും ചിലപ്പോൾ ഇംഗ്ലീഷ് തന്നെ എഴുതിക്കുന്നതിൻ്റെയും ചിലപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ സക്കറിയയുടെ ആർക്കറിയാം ഷെർലോക്കും ചെയ്തത്. ഷെർലോക്ക് അപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ അതാണ് ആദ്യം ചെയ്തത്. അന്തർജന എൻ്റെ കയ്യിൽ വന്നത് എങ്ങനെയാ വെച്ചാൽ സൂസി താരുവൊക്കെ ഇട്ടു. സൂസിയുടെ വിമൻ റൈറ്റിംഗ് ഇൻ ഇന്ത്യയിൽ സൂസി എന്നോട് അതിൽ 2 ഷോർട്ട് സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. അത് 2 അന്തർജനം ഷോർട്ട് സ്റ്റോറീസും ഒരു വത്സലയോ മറ്റേ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞപ്പോൾ സൂസി എന്നോട് ചോദിച്ചു അന്തർജനത്തിൻ്റെ ഒരു വോള്യൂം ചെയ്യാമോ എന്ന്. അങ്ങനെയാണ് സൂസിയാണ് എന്നെ പ്രേരിപ്പിച്ചത്. പബ്ലിഷ് ചെയ്ത് വരുന്നത് പുസ്തകമായിട്ട് വരുന്നത് അന്തർജനമാണ്. അന്തർജനം അതാണ് ആദ്യമായിട്ട്. ദാറ്റ് വാസ് കോൾഡ് കാസ്റ്റ് മീ ഔട്ട് ഇഫ് യു വിൽ. അത് അന്തർജനത്തിൻ്റെ ഒരു ഫേമസ് സ്റ്റോറി ഇല്ലേ, എന്താ അതിൻ്റെ പേര്, ഈശ്വര, കുറ്റസമ്മതം. കുറ്റസമ്മതം വരുന്ന ഒരു സെൻറ്റൻസ് അത്, കാസ്റ്റ് മീ ഔട്ട് ഇഫ് യു വിൽ. കോർട്ടിലെ സ്മാർട്ട് വിചാരത്തിന് സംസാരിക്കുമ്പോൾ പറയുന്നതാണ്, വേണിച്ച ഭ്രഷ്ടാക്കിക്കോളൂ എന്ന്. അപ്പോൾ അതാണ് ഞങ്ങൾ ടൈറ്റിലിട്ടത്. അത് അമേരിക്കയിൽ ഫെമിനിസ്റ്റ് പ്രസ് പബ്ലിഷ് ചെയ്തു അതേ സമയത്ത്, ഇന്ത്യൻ ആൻഡ് അമേരിക്കൻ. ഈ വിവർത്തനമാണ് ഇനി മേഖല, അതിലേക്കാണ് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് എന്ന് ധൈര്യം തന്ന കൃതി ഏതാണ്? അന്തർജനായിരിക്കണം. അതിൽ കുറേ വർക്ക് ചെയ്യേണ്ടി വന്നില്ലേ. പക്ഷെ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തത് MT വാസുദേവൻ നായരുമായിട്ടാണ്. ആനന്ദും അതൊറ്റ നോവലേ ചെയ്തിട്ടില്ലെങ്കിലും ആനന്ദിൻ്റെ അത് വളരെ ഡിഫിക്കൽട്ടായിരുന്നു. ഗോവർദ്ധൻ്റെ യാത്രകൾ വായിച്ചിട്ടുണ്ടോ? ഓ, ഒരു പാരഗ്രാഫ്. അപ്പോൾ അതിൽ ഫാന്റസിൻ്റെ ഹിസ്റ്ററി ഉണ്ട്. ലോങ് സെന്റൻസ്. അയ്യോ, ഒരു 1/2 പേജ് 3/4 പേജ് ഒറ്റ സെന്റൻസ് ആയിരിക്കും. അപ്പം ഞാൻ ചോദിച്ചു, ഞാൻ ബ്രേക്ക് ചെയ്തോട്ടെ എന്ന്. എന്ത് കാണിച്ചാൽ ചെയ്തോളൂ എന്ന് പറഞ്ഞു. വളരെ കോഓപ്പറേറ്റീവ് ആയിരുന്നു കേട്ടോ ആനന്ദ്. ആനന്ദിൻ്റെ ഒരു സ്ട്രീം അല്ല ഒരിക്കലും MT വാസുദേവൻ നായർ. അദ്ദേഹത്തിൻ്റെതല്ല NP മുഹമ്മദ്, അല്ല, ഒട്ടുമല്ല സക്കറിയ, ഒട്ടുമല്ല. അതേപോലെയല്ല M മുകുന്ദൻ. പ്രത്യേകിച്ച് ഞാൻ മുകുന്ദൻ്റെ മയ്യഴിയാണ് ചെയ്തത്. അതെ അതെ അതെ. ഈ ഒരു വിവർത്തകയുടെ ചാലഞ്ച് എങ്ങനെയാണ്? കാരണം ഒരേ ഭാഷ, വ്യത്യസ്ത ചിന്ത, ഒരേ ഭാഷയായാലും ഈച്ച് റൈറ്റർ വളരെ ഡിഫറെൻ്റ് ആണ്. അതെ, ഒരു അവരുടെ ശൈലി മാത്രമല്ല, അവരുടെ സബ്ജക്റ്റ് മാറ്റർ, അവർ ആലോചിക്കുന്ന രീതി ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈച്ച് ഇസ് എ ചാലഞ്ച്. ഇപ്പോൾ മുകുന്ദൻ്റെ ചാലഞ്ച് വാസ് വല്ലാത്തൊരു സിംപ്ലിസിറ്റി. കുട്ടികൾ പറയുന്ന മുത്തശ്ശി കഥ മാതിരിയാണല്ലോ അത്. അപ്പം ഞാൻ മുകുന്ദനോട് ചോദിച്ചു, ബാക്കിയുള്ള നോവൽസ് ഒന്നും, മയ്യഴി മാത്രമേ അങ്ങനെ എഴുതിയിട്ടുള്ളൂ, ഒരു മുത്തശ്ശി പറഞ്ഞ മാതിരി മുത്തശ്ശി കഥയായിട്ട്. അപ്പോൾ ആ ഭാഷ ചാലഞ്ചായിരുന്നു. MT വാസുദേവൻ നായർ ആണ് പകിടകളി കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞയക്കുന്നത്. അത് ഞാൻ തുഞ്ചമ്പറമ്പിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, പകിടകളി കണ്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, എങ്ങനെയാ കാണാനൊരു അവസരം കൂടി കിട്ടിയിട്ടില്ല. ഇപ്പോൾ പൊക്കോളൂ, ഞാൻ കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്, കൂടല്ലൂർ പോയി കണ്ടോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ കൂടല്ലൂർ പഴയ പകിടകളിക്കാരുടെ ഫാമിലിയിലുള്ള ആൾക്കാർ ഒരു ഇതൊക്കെ ഉണ്ടാക്കി, പകിടയൊക്കെ ഉണ്ടാക്കി റോഡ് വക്കത്ത് കളിച്ച് കാണിച്ചു തന്നു. ഈ 4 കെട്ടിന്റെ വിവർത്തനത്തിലേക്ക് ആ ഒരു അനുഭവം എങ്ങനെയാ സഹായിച്ചത്? പകിട കാണുന്നത്. അതെ, എന്തൊരു കാര്യം നമ്മൾ ലൈവായിട്ട് കണ്ടാതെ എന്തോ ഒരു നമ്മൾക്ക് അത് പിക്ചറൈസ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം നമ്മൾ എഴുതുമ്പോൾ
ഒരു ഒരു പ്രത്യേകമായിട്ടൊരു ഉത്സാഹം വരും. ആ ഒരാൾ എഴുതിയത് മാത്രമല്ല, നമ്മൾക്ക് അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും. അതുമാതിരി ഞാനൊരു നോൺ ഫിക്ഷൻ എഴുതിയിട്ടുണ്ട്, കോട്ടയ്ക്കല് ബയോഗ്രഫി. ബയോഗ്രഫി. അപ്പോൾ അതിൽ ഞാനും വളരെ കാലം കഴിഞ്ഞിട്ട് കാണുകയാണ് ഈ പന്തീരായിരം തേങ്ങയേറ്. അന്ന് സെൻറ്റിനറി ആയിരുന്നല്ലോ അവർ ചെയ്തു. അപ്പം അത് ഭയങ്കര അനുഭവമായിരുന്നു. അതിലൊരു സീനുണ്ട് ആ പുസ്തകത്തിൽ. അങ്ങേര് മരിക്കുന്നതിന് കുറച്ച് മുമ്പ് ആ കൊല്ലം സെൻറ്റിനറി നേർത്ത വേണം എന്ന് പറഞ്ഞു. എന്തോ ഒരു മനസ്സിലെന്തോ തോന്നുന്നു. അപ്പോൾ ഇത്തിരി നേർത്ത വെക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് 12,000 ഉണ്ടായിരുന്നു. അപ്പോൾ അത് നേരിട്ട് കണ്ടു. അപ്പോൾ അതൊരു വളരെ ഹെൽപ്പായി അത് കണ്ടത്. അതേപോലെ കാലമാണല്ലോ ഒരു ദീർഘ നോവൽ ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് MTയുടെ. കാലത്തിൽ തുടക്കത്തിൽ ഈ കിൻഷിപ്പ് റിലേഷൻസ് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് മാം. അതായത് അമ്മായി ആരാ, അമ്മാവൻ, ഏട്ടൻ, ഏട്ടത്തിയമ്മ, ഊപ്പു, ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇന്ത്യൻസിന് വേഗം മനസ്സിലാവും, ബിക്കോസ് എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലും ഉണ്ട് റിലേഷൻഷിപ്പ് വ്യത്യാസം. എല്ലാ ഇന്ത്യൻ ലാംഗ്വേജസിലും. ഇംഗ്ലീഷിലില്ല. ഇംഗ്ലീഷിലെ ആൾട്ട് എന്നൊരു വാക്കേ ഉള്ളൂ. വല്യമ്മയായാലും ചെറിയമ്മയായാലും വല്യമ്മയുടെ ഡിസ്റ്റന്റ് കസിനായാലും എല്ലാം ഒരു വാക്കേ ഉള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കത്തക്കോണാണ് അത് എഴുതിയത്. ദാറ്റ് ഈസ് ഫോർ എൻ ഇംഗ്ലീഷ് റീഡർഷിപ്പ്. അതേപോലെ വിവർത്തനത്തിൽ ഫുട് നോട്ട്, അതേപോലെ ഗ്ലോസറിയും. ഫുട് നോട്ട്സ് ഇപ്പോൾ ഞാൻ എഴുതാൻ തുടങ്ങിയതിന് ശേഷം ഫുട് നോട്ട്സ് അക്സെപ്റ്റ് ചെയ്തിട്ടേ ഇല്ല ആരും. പബ്ലിഷേഴ്സ് നിർത്തിയത്. ഗ്ലോസറി അവർ സമ്മതിക്കും. ആ മാറ്ററിന് ഗ്ലോസറി തീർച്ചയായിട്ടും വേണമെന്ന് അവർക്ക് തോന്നിയാൽ സമ്മതിക്കും. അതായത് അന്തർജനത്തിന് വേണ്ടി വന്നു, സ്മാർത്ഥ വിചാരവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. നാലുകെട്ടിലും ഒരു ഗ്ലോസറി ഉണ്ട്, പെരുന്തച്ചനിൽ ഗ്ലോസറി ഉണ്ട്. പിന്നെ പെരുന്തച്ചനിൽ ഒരുപടി വേണ്ടി വന്നു. വേണ്ടി വന്നാൽ അതൊരു ഹെൽപ്പാണ്. അതുകൊണ്ടാണ് ഗ്ലോസറി ഇപ്പോൾ പിന്നിലിടുന്നത്. ആവശ്യമുള്ളവർക്ക് വായിക്കാം. നമ്മുടെ ഈ ഒരു ലോകഭാഷയിലേക്ക് നമ്മൾ വളരെ ചെറിയൊരു ഇടത്തിൽ നിന്നുകൊണ്ട് നമ്മുടെ മലയാള സാഹിത്യം അതൊരു ലോകഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുമ്പോൾ നമുക്കുണ്ടാവുന്ന കുറേ ചാലഞ്ചസ് ഉണ്ടല്ലോ. അതായത് ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ എഴുത്തുകാരുടെ അതേ പാരലൽ മൈൻഡിലേക്ക് വിവർത്തകർ എത്താം. ഇവരുമായിട്ടുള്ള നല്ല ഈ കൃതിയുമായിട്ടുള്ള നല്ല കമ്മ്യൂണിക്കേഷൻ, നല്ല റാപ്പോ, ഇതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അതേസമയം എവിടെയും ഒന്നും പാളാൻ പാടില്ല. വളരെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രോസസ് ആണല്ലോ. എസ്പെഷ്യലി MT മാതിരി ഒരു റൈറ്ററിന് എന്താ വെച്ചാൽ MTയുടെ നമ്മൾ വായിച്ചു നോക്കിയാൽ വളരെ സിമ്പിളാണ്, എഴുതാൻ നോക്കിയാൽ അത്ര സിമ്പിളല്ല. ആ സിംപ്ലിസിറ്റി ഈസ് ഓൾവേസ് എ ഗ്രേറ്റസ്റ്റ് ചാലഞ്ച്. സക്കറായുടെ ചാലഞ്ച് എപ്പോഴും ഓപ്പോസിറ്റാണ്. ഞങ്ങൾ രണ്ടോ മൂന്നോ പേര് കൂടി ഒരു ഷോർട്ട് സ്റ്റോറി കളക്ഷനും ഇറക്കി. അതിലാണ് ഭാസ്കര പട്ടേൽ. ആ സറ്റയർ എങ്ങനെയാ നമുക്കത്? ഭാസ്കര പട്ടേൽ രസമായിരുന്നു. ഒരു ചാലഞ്ചസ്. സക്കറായുടെ കൂടെയാണ് വർക്ക് ചെയ്തത്. അന്ന് സക്കറായ മദ്രാസിലെ ഏഷ്യാനെറ്റിൽ വർക്ക് ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ഞങ്ങൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എഡിറ്റേഴ്സും ഞാനും സക്കറായും കൂടി എൻ്റെ വീട്ടിൽ കൂടും. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് ചെയ്തത്. ലാസ്റ്റ് ബിറ്റ് ഓഫ് എഡിറ്റിങ് അതുകൊണ്ട് വലിയ സഹായമായി അത്. മാമിൻ്റെ ഈ ഒരു ട്രാൻസ്ലേഷൻ പ്രോസസ്സ് ഒന്ന് പറയാമോ? അതായത് ഒരു പ്രോസസ്സസ് വ്യത്യാസം ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ല, ഇങ്ങനെ സിംപ്ലിസിറ്റി ആവുമ്പോൾ അതിലാണ് സമയം കളി. അതിന് ടു മേക്ക് ഇറ്റ് എസ് സിമ്പിൾ എസ് പോസിബിൾ അത്ര എളുപ്പമല്ല ഒരു ലാംഗ്വേജിൽ നിന്ന് വേറെ. ഒന്നാമത് ഇഡിയം തന്നെ മാറണ്ടേ. അപ്പോൾ ഒരു പ്രോസസ്സ്, ഒരേ പ്രോസസ്സ് എല്ലാത്തിനും പറ്റില്ല. പ്രോസസ്സ് തന്നെ ഡിഫറെൻ്റ് ആണ്. ഈ ട്രാൻസ്ക്രിയേഷൻ എപ്പോഴാണ് സംഭവിക്കുക? ട്രാൻസ്ക്രിയേഷൻ ഞാനായിട്ട് അതിനെപ്പറ്റി ആലോചിക്കാറില്ല. റീഡറല്ലേ അത് അധികം കാണുക. ട്രാൻസ്ക്രിയേഷൻ ഞാനല്ലല്ലോ, ട്രാൻസ്ലേറ്റർ അല്ല. ഞാനൊരു ഡെലിബറേറ്റ് ട്രാൻസ്ക്രിയേറ്റർ അല്ല. ചെയ്യുന്നതിൽ ക്രിയേഷനായിട്ട് വന്നെങ്കിൽ അത് റീഡർ മസ്റ്റ് പെർസീവ് ഇറ്റ്. അതേപോലെ മാം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്,
ഒരു കൃതി ഓൾറെഡി ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞ പുസ്തകം ആ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആ അവസരം കിട്ടുവാണെങ്കിൽ അതാണ് ഞാൻ ഏറ്റവും കൂടുതൽ അതെ, അതിൽ 2-3 ചെയ്തിട്ടുണ്ടല്ലോ അങ്ങനെ. ഇത് രണ്ടാം മുഴുവൻ ചെയ്തുല്ലോ. അതെ 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 അതെ. അതെന്താണ്, സംതൃപ്തി ഇല്ലായ്മയാണോ? അത് എൻ്റെ ചോയ്സ് അല്ല, ഓത്തർ പറഞ്ഞിട്ടല്ലേ ഞാൻ. ഓതർ പറഞ്ഞിട്ടാണ്. ആ, ഞാനായിട്ട് ഒരിക്കലും പറയില്ല അത് ആരോട്. അപ്പോൾ വൺസ് ഒരു വർക്ക് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് തൊടണ്ട സാധാരണ. പിന്നെ ഓത്തർ ചിലപ്പോൾ അത് ഔട്ട് ഓഫ് പ്രിൻ്റ് ആയതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഓത്തർ പറയുന്നത്. ആദ്യം പ്രിൻറ്റിൽ എഴുതുമ്പോൾ ആദ്യം ചെയ്ത ആൾ അപ്പോൾ ചിലപ്പോൾ ഉണ്ടാവില്ല, അപ്പോൾ ഒരു റീട്രാൻസ്ലേഷൻ ചെയ്യും. അല്ലെ, ഗീത മാം ഓൾറെഡി ചെയ്തു വെച്ച ട്രാൻസ്ലേഷൻ വീണ്ടും ട്രാൻസ്ലേറ്റ് ചെയ്യാറുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. അവർ റീപ്രിൻറ്റ് ചെയ്യണം വെച്ചാൽ ചിലപ്പോൾ അയച്ചു തരും. എല്ലാവരും ഒന്നും അയച്ചു തരില്ല കേട്ടോ. ചിലവർ പറയും ഞങ്ങൾ റീപ്രിൻറ്റ് ചെയ്യേണ്ട, വുഡ് യു ലൈക്ക് ടു സീ, എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ എന്ന് ചോദിക്കും. അങ്ങനെ വെച്ചാൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലെങ്കിൽ ചെയ്യില്ല. ഭീമ ദ ലോൺ വാരിയർ, അതാരുടെ ടൈറ്റിലാണ്? ഞാൻ എടുത്തത്. എന്നോട് പറഞ്ഞു രണ്ടാം മൂഴം വേണ്ടാന്ന് ഞങ്ങൾ രണ്ടാളും നേരത്തെ. എന്നുവെച്ചാൽ രണ്ടാം മൂഴം ഇംഗ്ലീഷിൽ അതിനൊരു അർത്ഥമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു ടൈറ്റിൽ ഇന്ന മാതിരി വേണമെന്ന് MT തന്നെ പറഞ്ഞു. അതിൽ ഭീമൻ്റെ പേര് വരണം, അതായത് എല്ലാവർക്കും അറിയണത് ഭീമനും. ആൻഡ് ദി ഐഡിയ ഓഫ് വാർ വരണം എന്ന് പറഞ്ഞു. എന്നുവെച്ചാൽ വാർ അതിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു ക്യാരക്ടർ അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു. MTയുടെ കൃതികളിൽ ഏറ്റവും ടാസ്ക്ഫുൾ ആയിട്ടുള്ളതായിരുന്നോ രണ്ടാം മൂഴം? കുറെ കൂടെ ഇരുന്നു കേട്ടോ ഞാൻ. ഈ ഓതേഴ്സിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ എന്താ നമ്മൾക്ക് അതിൽ കൂടുതൽ ബെനിഫിറ്റ് ആയിട്ട് എന്താണ് വരിക? അത് കുറച്ചുകൂടി ലൈവ്ലിയാണ്. നമ്മൾക്കൊരു ലോൺലിനെസ് ഇല്ലല്ലോ. അപ്പം ഞങ്ങൾ ചിലപ്പോൾ എല്ലാറ്റിലും ഒരേ അഭിപ്രായം ഉണ്ടാവണമെന്നില്ല. പക്ഷെ അതൊരു ലൈവ്ലി കോൺവെർസേഷനാണ്. അപ്പം ഞാനും അതിന്ന് പഠിക്കും. അപ്പം ഇവർക്കൊക്കെ ഈ മലയാളം, ഇപ്പം നമ്മൾ പറയുന്ന മലയാളം, ദേ ഹാവ് എ വെരി ഫൈൻ സെൻസ് ഓഫ് ഇംഗ്ലീഷ്. അവരൊക്കെ റീഡേഴ്സാണ്. അപ്പം അവർക്ക് വാക്കിൻ്റെ വ്യത്യാസങ്ങൾ അവർക്ക് മനസ്സിലാവും. അപ്പം അതൊരു വളരെ ഡിലൈറ്റ്ഫുൾ എക്സ്പീരിയൻസ് ടു വർക്ക് വിത്ത് ദം. ഈ വിവർത്തനം ചെയ്യാൻ പറ്റാത്ത വരുന്ന സാഹചര്യത്തിലാണ് ഒരു മികച്ച കൃതിയാവുക എന്ന് പറയുന്ന, അതായത് ഇപ്പോൾ ഒരു വിവർത്തനത്തിനും പോലും സാധ്യമാവാത്ത രീതിയിൽ ഫൈനസ്റ്റ് ആയിട്ട് വെക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ പലതും. പക്ഷെ അങ്ങനെ പറഞ്ഞ പിന്നെ നമ്മൾ എവിടെ എത്തില്ലല്ലോ. അപ്പോൾ യു ഹാവ് ടു ടാക്കിൾ ഇറ്റ്. പലതും ആദ്യത്തെ വായനയ്ക്ക് ഇപ്പോൾ തോന്നും അയ്യോ ഇത് ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന്. പക്ഷെ ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പം അതിൽ ഒരുപടി ഡ്രാഫ്റ്റ്സ് വരും. ഒരുപടി പകരം വെക്കാൻ കഴിയാത്ത മലയാള വാക്കുകൾ ഇപ്പോഴും ഏതെങ്കിലുമൊക്കെ ഓർമ്മയിലുണ്ടോ? ഈ റിച്വലായിരിക്കും, അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഈ റിച്വലൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഇമ്മീഡിയസി പോവുമല്ലോ. നമ്മൾ എക്സ്പ്ലനേഷൻ കൊടുക്കുകയല്ലേ, പക്ഷെ കൊടുക്കാണ്ട് നിവൃത്തിയില്ല. അപ്പം അതിലൊരു നമുക്കൊരു ചെറിയൊരു തോൽവിയുടെ ഭാഗമാണത് എൻ്റെ ഉള്ളിൽ. നിവൃത്തിയില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും ഇത് കൺവേ ചെയ്തിട്ടല്ലേ പറ്റുള്ളൂ. ഇപ്പം MTയുടെ വിത്തുകൾ വായിച്ചിട്ടില്ലേ, ഷോർട്ട് സ്റ്റോറി, അത് ഒരുപാട് റെഫറൻസസ് ഉണ്ട്. അത് മലയാളീസിനെ മനസ്സിലാവുള്ളൂ. അതിനായിട്ട് ഇവൻ വരികയാണ്. പിന്നെ അവൻ്റെ ഉള്ളിലുള്ള സങ്കടവും, പിന്നെ ഇത് ശവസംസ്കാരത്തിൻ്റെ സകല ഓരോന്നോരോന്നായിട്ട് അതിൻ്റെയൊക്കെ സിഗ്നിഫിക്കൻസ് ഒക്കെ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇറ്റ്സ് ഇംപ്ലിസിറ്റ് ആ ടെക്സ്റ്റിൽ. അപ്പോൾ അതൊന്നും നമുക്ക് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ടു ഡു യുവർ ബെസ്റ്റ്. അത്രേ പറ്റി. കാക്കകളെ പറ്റി പറയണ്ടേ, കാക്കകളെ തീരെ ഇഷ്ടമല്ല. എന്തിനാണ് ഇവരെ കാക്കയായിട്ട് നമ്മൾ സങ്കല്പിക്കണത് എന്ന് ഉണ്ണി പറയുമല്ലോ. അതൊക്കെ
നമ്മൾക്കത് ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റില്ല, അതേമാതിരി റെൻഡർ ചെയ്യാനും പറ്റില്ല. ഇപ്പോഴും വിവർത്തനം ചെയ്യാൻ പറ്റാത്ത, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റാത്തതായിട്ട് നിൽക്കുന്ന മലയാള വാക്ക് ഓർമ്മയിൽ നിന്ന് എടുത്തു പറയാനുണ്ടോ? ഒരുപാട്. പക്ഷെ അങ്ങനെ ചോദിച്ചാൽ പെട്ടെന്ന് ഞാൻ പ്രിപ്പയർ ചെയ്ത് വരേണ്ടി വരും. സ്മാർത്ഥ വിചാരത്തെക്കുറിച്ച് പറഞ്ഞു. സ്മാർത്ഥ വിചാരം ആർക്കും ഒന്നും അറിയില്ലല്ലോ. ഇപ്പോഴത്തെ കാലത്ത് സ്മാർത്ഥ വിചാരം എന്നുള്ള വാക്ക് തന്നെ കേൾക്കാത്ത ആൾക്കാരുണ്ടല്ലോ. മലയാളികൾ തന്നെ. മലയാളിയിലാണ്. ഇപ്പം അതൊന്നും നടക്കണില്ലല്ലോ. ഒന്നാമത് ഒരു ഫാമിലിയുടെ ഉള്ളിലെ ഒരു ഫാമിലി മെമ്പർ അങ്ങനെ ഒരു വിചാരം നിശ്ചയിച്ച ഇവരെയൊക്കെ കൊണ്ട് സ്മാർത്തന്മാരെയൊക്കെ ഇരുത്തി അത് ചെയ്യിച്ച് ഒക്കെ നടക്കുന്ന കാര്യമാണോ? അതെ 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 അതെ. അപ്പോൾ അന്തർജനത്തെ വിവർത്തനം ചെയ്യുക അത്ര എളുപ്പമല്ല. അല്ല, ഒട്ടുമല്ല. അത് അന്തർജനത്തിന് അന്തർജനത്തിൻ്റെ പ്രോസ് വളരെ റിച്ചാണ്. ചിലതൊക്കെ വളരെ സിമ്പിളായിരിക്കും സ്റ്റോറീസ്. ഇപ്പോൾ എന്താണ് ചെറിയ ഫാമിലി സ്റ്റോറീസൊക്കെ അല്ലേ, അതിലൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവരുടെ ചില രീതികളും അവരുടെ ചില വിശ്വാസങ്ങളും ഒക്കെ വരും അതിൽ. അല്ലാതെ ഭാഷയിലൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത് നമ്മൾ കൺവേ ചെയ്തു എന്ന് വിചാരിക്കുകയല്ലാണ്ട് എനിക്ക് തീർച്ച പറയാൻ പറ്റില്ല അത് ഒരാൾക്ക് മനസ്സിലാവുമെന്ന് ഞാൻ ചെയ്തത്. അതെ. അതേപോലെ തന്നെ വിവർത്തനത്തിൽ വളരെ തിരക്കിട്ട ഒരാളായി മാറി ഇരിക്കുന്ന കാലത്ത് തന്നെയാണ് ഒരുപക്ഷെ അങ്ങനെ ആരും കൈവയ്ക്കാത്തൊരു മേഖലയായ സബ് ടൈറ്റിലിംഗ്, സിനിമയുടെ സബ് ടൈറ്റിലിംഗ്. ഇന്നത് കോമൺ ആണ്. പക്ഷെ കാലങ്ങൾക്ക് മുമ്പേ, പതിറ്റാണ്ടുകൾക്ക് മുമ്പേ സിനിമയുടെ സബ് ടൈറ്റിലിംഗ് ഞങ്ങളൊക്കെ ഒരു പഴയ മെഷീനിലാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോഴത്തെ സബ് ടൈറ്റിലിംഗ് ചെയ്യുന്ന കുട്ടികൾക്ക് തന്നെ അറിയില്ല അത്. എന്താ വെച്ചാൽ ഞാൻ ഈ മനോരഥങ്ങളിൽ ചെയ്തപ്പോൾ എനിക്കത് ടെക്നിക്കൽ സൈഡ് ചെയ്ത് തന്നേരം എറണാകുളത്ത് നിന്ന് 2 കുട്ടികളാണ്. അപ്പോൾ അവർ തന്നെ കണ്ടിട്ടില്ല ആ മെഷീനൊന്നും. ഞങ്ങൾ ആദ്യം സബ് ടൈറ്റിലിംഗ് ചെയ്യുമ്പോൾ ഒരു സ്റ്റുഡിയോയിൽ പോയിട്ട് വലിയൊരു സാധനമാണ് ആ മെഷീൻ. അതിൻ്റെ പേര് ഞാൻ പറഞ്ഞു, ബെക്സ്റ്റീൻ എന്തോ ഒരു ഓർമ്മയുണ്ടോ? അതിൽ ടെക്നീഷ്യൻ്റെ കൂടെ ഡിപ്പെൻഡിങ് ഓൺ ദ ലെങ്ത് ഓഫ് ദ ഫിലിം 2-3 ദിവസം ഇരിക്കേണ്ടി വരും, രാവിലെ തൊട്ട് രാത്രി വരെ. എന്നിട്ട് ഓരോ ഫ്രെയിമായിട്ട് അയാൾ കാണിച്ചു തരും. ഇത് ടൈമിങ് നമ്മൾ എഴുതിയിരിക്കണം ഓരോ സെൻറ്റൻസിനും. എന്നിട്ട് അത് വീട്ടിൽ പോയിട്ട് നമ്മൾ തന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കി എന്നിട്ട് വേണം സബ് ടൈറ്റിൽ ചെയ്യാൻ. സബ് ടൈറ്റിലിംഗ് കൊടുക്കും ആ പർട്ടിക്കുലർ ടൈം ഫ്രെയിമിൽ. ഇപ്പം അതൊക്കെ ഇപ്പോൾ ലേസർ സബ് ടൈറ്റിലിംഗ് അല്ലേ. അപ്പം ഈ 2 വരി ഏകദേശം ഒന്ന് എണ്ണിയാൽ മതി, നമ്പർ ഓഫ് ലെറ്റേഴ്സ് ഇൻക്ലൂഡിങ് പങ്ക്ച്വേഷൻ. അതെ അതെ. നീലക്കുയിലും കുമ്മാട്ടിയും. നീലക്കുയിലാണ് ഞാൻ ആദ്യം ആർക്കൈവ്സിലാണ് ചെയ്തത്, ഞാൻ പൂനെയിലത് PK നായരുടെ കൂടെ. അപ്പോൾ നീലക്കുയിലാണ് എനിക്ക് തന്നത് ആദ്യം ചെയ്യാൻ. രസമായിരുന്നു. പക്ഷേ പാട്ടുകളൊക്കെ നല്ല വിഷമമുണ്ടായിരുന്നു കേട്ടോ. പാട്ടുകളൊക്കെ സബ് ടൈറ്റിൽ. പിന്നെ എല്ലാ പാട്ടുകൾ അവർ വേറെ തരും, ഒരു ലിസ്റ്റ് തരും. കുമ്മാട്ടി ചെയ്തു അതുപോലെ അതൊക്കെ അവർ തരും. സബ് ടൈറ്റിലിംഗിൽ ഗുരു ആരാണ്? അവിടെ ആർക്കൈവ്സിലൊരു സ്ത്രീയുണ്ട്, ഒരു ബംഗാളി സ്ത്രീ, ഗായത്രി ചാറ്റർജി. അവരാണ് പറഞ്ഞത്, വരൂ ഞങ്ങൾക്ക് മലയാളത്തിന് ആൾക്കാരില്ല എന്ന് പറഞ്ഞു. അവരെ ഞാൻ മീറ്റ് ചെയ്തു. ഒരു കൊല്ലം ഇതില്ലേ, എന്താണ് ഫിലിം അപ്രിസിയേഷൻ കോഴ്സില്ലേ, അതൊരു കൊല്ലം ചെന്നൈയിൽ നടത്തി. അപ്പം ഞാനത് അറ്റൻഡ് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഗായത്രി കണ്ടത്. അപ്പം അങ്ങനെ കോൺവെർസേഷനിൽ വന്നത്, ഇൻട്രസ്റ്റ് ഉണ്ടോ, വരൂ പൂനെയിൽ വന്നാൽ ഞാൻ പഠിപ്പിച്ചു തരാം, 3-4 ഫിലിം ചെയ്യാം അവിടെ. പിന്നീട് ചെയ്തത് അമ്മ അറിയാൻ അല്ല, ആദ്യം അവിടെ ചെയ്തത് നീലക്കുയിലും അമ്മ അറിയാനുമാണ്, ജോൺ എബ്രഹാമിൻ്റെ. പിന്നെ ഓരോരുത്തരായിട്ട് ഇതിനുണ്ട് കിട്ടി. ഈ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ ഇതിനൊക്കെ എങ്ങനെയാ സമയം കണ്ടെത്തിയത്? ഫാമിലി ഉണ്ട്, 3 മക്കളുണ്ട്, അത് ഇത്തിരി ഉണ്ടാക്കണം തന്നെ, സമയം ഉണ്ടാക്കണം. അത്ര എളുപ്പമൊന്നുമില്ല. ഇപ്പം ഏറ്റവും വലിയൊരു സ്ത്രീകളുടെയൊക്കെ പ്രത്യേകിച്ചുള്ളൊരു വലിയൊരു വിലാപം എൻ്റെ മക്കളെ നോക്കാൻ പഠിക്കുന്ന കാലത്ത്, അത് MA ഞാൻ പിന്നെയല്ലേ ചെയ്തത്. അവർ ഞാൻ തന്നെ ഒരു മുറിയിൽ പോയിരുന്ന എന്നെ വന്ന് ഡിസ്റ്റർബ് ചെയ്യും, വാതിൽ തുറക്കും, അത് വേണം ഇത് വേണം എന്നൊക്കെ പറയും. അവർ കളിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന അതിൻ്റെ നടുവിലിരുന്ന് ചെയ്താലേ അത് ഡിസ്റ്റർബ് ചെയ്യില്ല.
ആ അപ്പോൾ അവരുടെ വിചാരം അവർക്ക് എന്ത് വേണിച്ചാൽ അപ്പോൾ ഒന്നും പറയില്ല കേട്ടോ. ആ ആ ആ. അപ്പോൾ അങ്ങനെയായിരുന്നു ഞാൻ. ആ, അടച്ചിട്ട് കഴിഞ്ഞാൽ അമ്മമാര് സീരിയസ് ആയിട്ടുള്ള എന്തോ കാര്യം അപ്പോൾ ചെയ്യുകയാണെന്നുള്ള ലീവ് മീ അലോൺ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അതൊക്കെ പുതിയ ടെക്നിക്കാണ് കേട്ടോ. അറിയാതെ പോയ ടെക്നിക്കുകളാണ് അതെല്ലാം. അത് കുട്ടികളുടെ സ്വഭാവം മാതിരി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഈ 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ച് പോകുമ്പോൾ വീട്ടിൽ തന്നെ ഇനി ഇരിക്കുകയാണ്, അതായത് അപ്പോഴത്തേക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞിട്ടാണ്. BA ഫസ്റ്റ് ഇയർ കഴിഞ്ഞ കല്യാണം, BA കംപ്ലീറ്റ് ചെയ്തില്ല. ആ അപ്പം അതിനുശേഷം പ്രത്യേകിച്ച് ഇതൊന്നുമില്ല അല്ലെ? വെറുതെ വായിക്കുകയായിരുന്നു. ചെന്നൈയിൽ അന്ന് വളരെ നല്ല ലൈബ്രറീസ് ഉണ്ട്, ബ്രിട്ടീഷ് കൗൺസിൽ ഉണ്ട്, പിന്നെ വേറെ ഒരു ലിറ്റററി സൊസൈറ്റി എന്ന് പറഞ്ഞ സകലയിടത്തും ഞങ്ങൾ മെമ്പേഴ്സ് ആയിരുന്നു. അപ്പോൾ വായിക്കൽ വിട്ടില്ല. വായിക്കുക, കുടുംബം ഭരിക്കുക, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ കുട്ടികളൊക്കെ വേഗമായി, അപ്പോൾ ഒന്നിനും സമയം ഉണ്ടായിരുന്നില്ല. പിന്നെ ഇങ്ങനെ ഒരു കരിയറിലേക്ക് എത്തിപ്പെടുന്നത് അത് ഫ്രഞ്ച് ചെയ്യാൻ കാരണം എൻ്റെ മൂത്ത മകൻ ജർമ്മൻ ചെയ്തു. അപ്പോൾ അവനാണ് ഒരു ദിവസം വീട്ടിൽ വന്നിട്ട് പറഞ്ഞത്, അമ്മ എൻ്റെ തൊട്ടാണ് അലിയൻസ് ഫ്രാൻസിസ്, അമ്മയ്ക്ക് ഫ്രഞ്ച് വേണിച്ചാൽ പഠിക്കാമല്ലോ എന്ന്. അപ്പോൾ ഒരു പൂതി തോന്നി. അപ്പോൾ ആദ്യം ഫ്രഞ്ച് പഠിച്ചതിന് ശേഷമാണോ നമ്മൾ MA ജോയിൻ ചെയ്യുന്നത്? MA അപ്പോഴേക്കും തുടങ്ങിയിരിക്കണു, സൈഡ് ബൈ സൈഡ് ആയിരുന്നു. ഈ കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ മൈസൂർ ആവുകൊണ്ട് അറ്റൻഡൻസ് വേണ്ടല്ലോ. അത് വൺസ് ഇൻ എ ടേം 25 ദിവസം 15 ദിവസം പോയി നിന്നാൽ മതി. ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. വായിക്കലല്ലേ, ലിറ്ററേച്ചറല്ലേ. കമ്പാരിറ്റീവ് ലിറ്ററേച്ചറിൽ താല്പര്യം തോന്നാൻ എന്തായിരുന്നു കാരണം? അത് എനിക്കെപ്പോഴും ഫോറിൻ ലാംഗ്വേജസ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് കുട്ടിക്കാലത്ത് അച്ഛനൊക്കെ ഹി മെയ്ഡ് മീ റീഡ് ടോൾസ്റ്റോയ്, പ്രത്യേകിച്ച് റഷ്യൻസ്. അപ്പോൾ പിന്നെ കുറേശ്ശെ ഫ്രഞ്ച് ലിറ്ററേച്ചർ, ഇറ്റാലിയൻ ലിറ്ററേച്ചർ. അപ്പോൾ ഒരു ഓൾവേസ് ഫാസിനേറ്റഡ്. നമ്മൾ ഈ സബ് ടൈറ്റിലിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരു കാര്യം വിട്ടു. അഗ്നിസാക്ഷി അന്തർജനത്തിന്റെ ലളിതാംബിക, അതാണ് ഞാൻ ആദ്യം എന്താ വെച്ചാൽ ശ്യാമം അത് റിലീസ് ചെയ്ത ഉടനെ മദ്രാസിൽ വന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ അന്തർജനത്തിൻ്റെ ബുക്ക് അപ്ലിക്കേഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് ശ്യാമിന് കാണിച്ചു കൊടുത്ത്, യു ഡു ഇറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ്. അത് രസമായിരുന്നു ചെയ്യാൻ. അപ്പോൾ ഈ സബ് ടൈറ്റിലിംഗ് കാലത്തെ വലിയൊരു, അതായത് വളരെ ആദ്യകാലത്തിൻ്റെ അരിഷ്ടതകൾക്കൊപ്പം ജോലി ചെയ്യുകയും ഇപ്പോഴത്തെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള മോഡേൺ ടെക്നോളജിയും അതേപോലെ തന്നെ നമ്മുടെ ഒരു ടൈം ഒക്കെ കീപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൃത്യമായി ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സംവിധാനത്തിലും ജോലി ചെയ്യുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? ഇറ്റ്സ് ദ സെയിം തിങ്. ഇപ്പം ചെയ്യുന്നത് ഞാൻ അന്ന് ചെയ്തത് തന്നെ. പക്ഷെ ഞാൻ മെഷീനിൻ്റെ അടുത്തിരുന്ന് ഒരു ടെക്നീഷ്യൻ്റെ വാക്ക് കേട്ട് നോട്ട് ചെയ്ത് അങ്ങനത്തെ ഒന്നും ചെയ്യണ്ട. അവർ ഇപ്പം ക്ലീനായിട്ട് സ്ക്രിപ്റ്റ് തരും, അല്ലെങ്കിൽ അവർ DVD തരും. DVD ആയിരുന്നല്ലോ. അപ്പോൾ ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഈ കാസറ്റിലാണ് തരിക സ്ക്രിപ്റ്റ്. ഞാനൊക്കെ ചെയ്തിരുന്നു. ക്ലിയർ ആയിരിക്കില്ല, ചിലപ്പോൾ ഒന്നും മനസ്സിലാവില്ല പറയണത്, ഒക്കെ വലിയ വിഷമമായിരുന്നു. അതൊക്കെ വേഗം മാറി കുറേശ്ശെ ആയിട്ട്. ഈ സംഭാഷണങ്ങളുടെ സ്ലാങ് പിടിച്ചെടുക്കലും വലിയൊരു കാര്യമാണല്ലോ. അത് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നമുക്കൊരു ഫീല് വരും. ഇത്ര സമയമേ ഉള്ളൂ എന്നുള്ളത് നമ്മൾ മനസ്സിൽ വെച്ചോണ്ട് ചെയ്താൽ. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരുന്നാൽ ഇങ്ങനെയായിരുന്നു അതിനൊരു എളുപ്പം തോന്നും. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലത്താണല്ലോ നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറയണു എല്ലാവരും. വിവർത്തന മേഖലയ്ക്ക് കൊല്ലും അവർ, കൊല്ലും. തീർച്ചയായിട്ടും കൊല്ലും. AI ട്രാൻസ്ലേഷൻ വായിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ വായിക്കില്ല, എനിക്കൊരു ഇൻട്രസ്റ്റും ഇല്ല. എനിക്ക് AI ഒരു ഇൻട്രസ്റ്റും ഇല്ല. അത് സയൻസിൽ പ്രയോഗിച്ചോട്ടെ, വൈ ബ്രിങ് ഇറ്റ് ഇൻ ടു ലിറ്ററേച്ചർ? ക്രിയേറ്റീവ് ഇപ്പൊ തന്നെ തുടങ്ങിയിട്ടില്ലേ ഡിബേറ്റ്സും
അക്യൂസേഷൻസും ഒക്കെ തുടങ്ങിയില്ലേ. കോമൺവെൽത്ത് പ്രൈസിൻ്റെ കണ്ടില്ലേ, വേറെ ഒരു ഷോർട്ട് സ്റ്റോറിക്ക് വന്നു. സ്കൂളിൽ നടക്കണു, ടീച്ചേഴ്സിന് പ്രോബ്ലം ഉണ്ട്. അപ്പോൾ ഞാൻ ഒരിക്കലും വായിക്കില്ല. അല്ലെ, ഇപ്പോൾ ഒരു നോവലൊക്കെ എഴുതി കഴിഞ്ഞാൽ ലോകത്തെ സാധ്യമായ എല്ലാ ഭാഷയിലേക്കും പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ഒരു എളുപ്പമാർഗമായിട്ടൊക്കെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ട്രാൻസ്ലേഷൻ പക്ഷെ അതിലൊരു ക്രിയേറ്റിവിറ്റി ഒന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഐ കൺസിഡർ ഇറ്റ് എൻ്റെ ശത്രുവായിട്ടാണ് എൻ്റെ കാണുന്നത്. സമകാലികരായിട്ടുള്ള വിവർത്തകരുടെ കൃതികളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? സമയമില്ല. എന്താ വെച്ചാൽ എനിക്കിപ്പോൾ ഇനി എങ്ങനെയെങ്കിലും ഈ പ്രോജക്ട്സ് തീർത്ത് കൊടുക്കണ്ടേ. അപ്പോൾ സമയമേ കിട്ടുന്നില്ല, വായിക്കാനേ സമയം കിട്ടുന്നില്ല. അപ്പോൾ കഷ്ടിമുഷ്ടിയായിട്ട് ഇംഗ്ലീഷൊക്കെ കുറച്ചൊക്കെ വായിക്കും. പിന്നെ അശ്വതി എനിക്ക് മലയാളമൊക്കെ കൊണ്ടുവന്ന് ചിലപ്പോൾ സമയമേ കിട്ടില്ല വായിക്കാൻ. ഇപ്പം ചെയ്യുന്നത് ഏത് വർക്കിലാണ്? ഇപ്പോൾ അന്തർജനത്തിൻ്റെ റിവൈസ്ഡ് എഡിഷൻ, കുറച്ച് വലിയ വോള്യൂം ആയിരിക്കും. എന്താ വെച്ചാൽ ആ നാടകം ബഹുരസം, അതിൻ്റെ കഥ കേൾക്കണോ? ആ നാടകം ഒരു അന്തർജനത്തിലെ ഓട്ടോബയോഗ്രഫിയിൽ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു നാടകം എഴുതി സ്കൂൾ ആനിവേഴ്സറിക്ക് പ്രിൻസിപ്പള് ചോദിച്ചിട്ട് എഴുതിയതാണ് ആ നാടകം. അത് ഇതായിരുന്നു, വിഡോ റീമാരേജ് ആയിരുന്നു. അപ്പോൾ അന്നില്ലല്ലോ, അന്ന് തുടങ്ങിയിട്ടില്ല. അപ്പം അത് എഴുതി കൊടുത്തു, സ്കൂളിൽ കളിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് അത് പബ്ലിഷ് ചെയ്യാനുള്ള ധൈര്യം എനിക്ക് ഉണ്ടായിരുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് പിന്നെ പബ്ലിഷ് ചെയ്ത് ആരും കണ്ടിട്ടുമില്ല. ട്രിവാൻഡ്രത്തൊരു ഡോക്ടർ രാജലക്ഷ്മി ഉണ്ട് അത്രേ, ഞാൻ സംസാരിച്ചു അവരോട്, അവർ മുഖാന്തരം എനിക്ക് പുസ്തകം കിട്ടിയത്. അപ്പോൾ എന്നോട് അന്തർജനത്തിൻ്റെ യങ്ങസ്റ്റ് മകളാണ് പറഞ്ഞത്, ഇങ്ങനെ അവരാണ് അത് പബ്ലിഷ് ചെയ്തത്. എന്താ വെച്ചാൽ അതിൻ്റെ കഥ ബഹുരസമാണ്. അവർ ഡ്രാമയിൽ തീസിസ് ചെയ്യായിരുന്നു. അപ്പോൾ ഇത് അന്വേഷിച്ച് വന്നു ഇത്രേ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങളുടെ അറിവിൽ ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. അല്ല, മാനുസ്ക്രിപ്റ്റ് എവിടെയെങ്കിലും എഴുതിയതല്ലേ, ഇപ്പം അത് ഞങ്ങൾക്ക് അറിയില്ല, പക്ഷെ നിങ്ങൾ വേണിച്ചാൽ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു വീട്ടിൽ, രാമപുരത്തെ വീട്ടിൽ. അപ്പോൾ ഒരു വലിപ്പിൽ പിന്നാപ്പുറത്തുനിന്ന് കിട്ടിയ ഈ നാടകം മാനുസ്ക്രിപ്റ്റ് അവരെന്നെ പബ്ലിഷ് ചെയ്ത് തന്നിട്ട് ഒരു ഇൻട്രഡക്ഷനൊക്കെ ആയിട്ട്. അപ്പോൾ അവരോട് ചോദിച്ചിട്ടാണ് ഞാൻ നാടകം വരുത്തി. അത് അവർ ഈ നാടകം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് വീഡിയോ റിമാരേജ് ഉണ്ടായി. അത് VT ഭട്ടതിരിപ്പാട്, അതെ, അത് ഇത് ഭാരതപ്പുഴയുടെ കരയിൽ വെച്ചിട്ടല്ലേ ഇത് ചെയ്തത്. എന്നിട്ടും ധൈര്യം ഒന്നുമില്ല കേട്ടോ അത് പബ്ലിഷ് ചെയ്തേ ഇല്ല. ഇതിനാണ് ഇത് പബ്ലിഷ് ചെയ്തത്. അപ്പോൾ അതെനിക്ക് അയച്ചു തന്നു. അപ്പോൾ ആസ് എ പ്ലേ അല്ല വാല്യൂ, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ വാല്യൂ ആണ് ആദ്യം. അന്നത്തെ കാലത്തെ ഇവരെ ഇതിങ്ങനെ എഴുതി വെച്ചുല്ലോ. ഒരു ചെറിയ നാടകമാണ്. അപ്പം അങ്ങനെ അതാണ് കാര്യമായിട്ടൊരു മരിച്ചു കഴിഞ്ഞിട്ട് അവർക്ക് കിട്ടിയ ഇതിൽ ഞങ്ങൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ കത്തുകൾ, അന്തർജനത്തിന് അയച്ച കത്തുകൾ, അതെനിക്ക് മണി തന്നെ അയച്ചെന്ന ഇളയ മകള്. പിന്നെ കുറച്ചുകൂടി സ്റ്റോറീസ് മറ്റേതിലുള്ള കേൾക്കാനും കുറച്ചുകൂടി സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്തു. അത് മുഴുവൻ എടുക്കുമെന്നറിയില്ല, പബ്ലിഷർ തീർച്ചയാക്കണം അത് വേണമെന്ന്. പിന്നെ ഓട്ടോബയോഗ്രഫി മുഴുവൻ എടുത്തു. അതുകൊണ്ട് കുറച്ച് വലിയ വോള്യൂമായിരുന്നു. ആത്മകഥയ്ക്ക് ഒരു ആമുഖം. അതിന് ചില ചാപ്റ്റേഴ്സേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് മുഴുവൻ അത് അധികമില്ല, പക്ഷെ ആമുഖം തന്നെയാണ്. ഞാൻ കവിതയൊന്നും ഞാൻ നോക്കിയില്ല. കവിതയിലേക്ക് ഞാൻ കടന്നിട്ടേ ഇല്ല. കവിതയ്ക്ക് വേറെ ഒരു കഴിവല്ലേ, എനിക്ക് ധൈര്യമില്ല. ഒന്നാമത് ഞാൻ കവിത അധികം വായിച്ചിട്ടില്ല, അപ്പം എനിക്കൊരു ധൈര്യമില്ല കവിതയിലൊക്കെ. കവിത ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അത്ര എളുപ്പമൊന്നുമല്ല. കവികളെ സമീപിച്ചിട്ടുണ്ടോ? ONV ഒരിക്കൽ കണ്ടിട്ട് എനിക്കെന്തോ തന്നു. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാറില്ല, ഞാൻ ചെയ്തിട്ടില്ല, എനിക്ക് ധൈര്യമില്ല. കവിത വായിക്കാറുണ്ടോ? കുറച്ചൊക്കെ
പ്രോസ് വായിക്കണ മാതിരി അത്ര വായിക്കില്ല ഞാൻ. എനിക്ക് പ്രോസിനോടാണ് കൂടുതൽ ഇഷ്ടം. കമ്പാരിറ്റീവ്ലി പ്രോസ് ആണല്ലോ അല്ലേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എളുപ്പം. അതെ, എന്തെല്ലാം പറയും. വിവർത്തകൻ വി അബ്ദുള്ളയായിട്ട് ആ നല്ല സൗഹൃദമായിരുന്നല്ലോ. വളരെ വളരെ. MTയുടെ കാലം അദ്ദേഹത്തിന്റെ അറിവോ അനുവാദമോ ഇല്ലാതെയാണ് ആദ്യം വിവർത്തനം ചെയ്തത്. അതെ അതെ, എനിക്ക് ഇതിനെപ്പറ്റി ഈ മേഖലയിലൊന്നും ഞാൻ അടുത്ത് കൂടെ പോയിട്ടില്ലല്ലോ. അപ്പം ഞാൻ തന്നെ ചെയ്തതാണ്, അയച്ചു. അതിന് അബ്ദുള്ള എന്നെ കുറേ ചീത്തയും പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ, ഒരാളോട് ചോദിക്കുക. അതുകൊണ്ട് അത് അങ്ങനെ ഒരു വികാസ് പഴയ ഒരു പബ്ലിഷിംഗ് ഹൗസ് ഉണ്ടായിരുന്നു, അവർക്ക് അയച്ചു കൊടുത്തു. അവർ 4 കൊല്ലം വെച്ചിട്ട് മടക്കി തന്നു ഞങ്ങൾക്ക്. ഇറ്റ്സ് ടു ലോങ് എ നോവൽ എന്ന് പറഞ്ഞു. എന്നിട്ട് അത് മടക്കി അവിടെ വെച്ചു. അതിൻ്റെ എപ്പോഴോ ഇടയിൽ ഞാൻ MTയെ പരിചയമായി. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അവരെടുത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ MT തന്നെയാണ് എനിക്ക് എഴുതിയത്. ഇങ്ങനെ ആദ്യത്തെ ട്രാൻസ്ലേഷനല്ലോ അങ്ങേരുടെ ഇംഗ്ലീഷിൽ നോവലിൻ്റെ, അത് അവരെന്നെ സമീപിച്ചാണ്. അത് പബ്ലിഷ് ചെയ്ത് ഓറിയൻ്റ് ലോങ്മാൻ ആണല്ലോ. അവർ ചോദിച്ചു ഇത്ര ഇങ്ങനെ ഒരു നോവല്. അപ്പോൾ അവർ MT പറഞ്ഞു ഒരു നോവല് ചെയ്ത് ഒരാളുടെ അടുക്കൽ ഇരിപ്പുണ്ട്, ഞാനത് അയച്ചു തരാൻ പറയാന്ന്. അപ്പം ഞാൻ വേഗം അത് ആദ്യം നോക്കി കുറച്ചുകൂടി ഒക്കെ ഇത്തിരി ഒന്ന് ഭംഗിയാക്കിയിട്ടാണ് അയച്ചു കൊടുത്തത്. മഞ്ഞ് അതിന് മുമ്പ് വിവർത്തനം ചെയ്തിട്ടുണ്ടല്ലോ പ്രമീള നായർ. പ്രമീള. ഗീത മാമും അതൊന്നും കൂടെ വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരേ കൃതിക്ക് 2 വിവർത്തനം വന്നിട്ടുണ്ട്. അതെ, മഞ്ഞിനും രണ്ടാം മുഴുവൻ പിന്നെ മാം തന്നെയാണ് ഒന്നും കൂടെ ചെയ്തത്. അതെ അതെ, അവിടെയാണ് റിപ്പീറ്റ് ട്രാൻസ്ലേഷൻ വന്നത് അല്ലേ? അതെ, ഒരാൾ തന്നെ ഒരേ കൃതി 2 തവണ. അതെ. അപ്പൊ എന്തൊക്കെ ബേസിക് മാറ്റങ്ങളാണ് വരുത്തിയത്? അത് ഞാൻ മറ്റേ ട്രാൻസ്ലേഷൻ നോക്കി ചെയ്യില്ലല്ലോ, നമ്മൾ നമ്മുടെ അല്ലേ ചെയ്യുള്ളൂ. അപ്പൊ നമ്മുടെ കയ്യിൽ ആ സോഴ്സ് ബുക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതൊന്ന് വായിച്ചു, ഓടിച്ചു വായിച്ചു, പക്ഷെ പിന്നെ ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ട്രാൻസ്ലേഷൻ നോക്കിയിട്ടേ ഇല്ല. പിന്നെ നമ്മുടെ ഈ മൂലകൃതിയായിട്ടാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ. ട്രാൻസ്ലേറ്റർ ഫോർ ദ ഫസ്റ്റ് ടൈം. എന്നിട്ട് ആദ്യത്തതും രണ്ടാമത്തതും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കിയോ? ഇല്ല. അത് റീഡേഴ്സ് ചെയ്യട്ടെ വേണച്ചാൽ. അതെ. പിന്നെ ഇപ്പോൾ മൂന്നാമതൊന്നും കൂടി ട്രാൻസ്ലേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. ഇത് നമ്മളുടെ നാട്ടിലില്ല, പക്ഷെ യൂറോപ്യൻ നോവൽസ് ഒക്കെ അല്ലേ, അവർ ദേ ഹാവ് സംതിങ് കോൾഡ് എ ഡെഫിനിറ്റീവ് എഡിഷൻ. ടോൾസ്റ്റോയ് ഒക്കെ അല്ലേ, പിന്നെയും ട്രാൻസ്ലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരേ പബ്ലിഷിംഗ് ഹൗസ്. അപ്പോൾ കുറേശ്ശൊക്കെ വ്യത്യാസങ്ങൾ വരും അതിൽ. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു പതിവില്ല അവിടെ ഇന്ത്യയിൽ. ഈ പബ്ലിഷിംഗ് ഹൗസ് എങ്ങനെയാണ് ഈ വിവർത്തനത്തിൽ ട്രാൻസ്ലേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഇടപെടൽ? കാരണം അവർക്കൊരു എഡിറ്റർ ഉണ്ടാവും, അവർക്ക് കുറേ എഡിറ്റേഴ്സ് ഉണ്ടാവും. അല്ല, ഒരു പുസ്തകത്തിൽ, അതായത് ഒരു വിവർത്തന നമുക്ക് അസൈൻ ചെയ്യേണ്ട ഒരു എഡിറ്റർ, ആ എഡിറ്ററും ട്രാൻസ്ലേറ്ററും തമ്മിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നു. അതെ, ഇത് മുഴുവൻ കഴിഞ്ഞിട്ടേ തൊടുള്ളൂ അവര്. പണ്ടൊക്കെ അവർ പ്രൂഫ് അയച്ചു തരുമായിരുന്നു, ഓർമ്മയുണ്ടോ? ഈ ലോങ് ഗാലി പ്രൂഫ്സ് അതൊക്കെ അയച്ചു തരുമായിരുന്നു. കണ്ടിട്ടില്ല അല്ലേ? ആദ്യം കാലമൊക്കെ ചെയ്യുമ്പോൾ ടൈപ്പ് റൈറ്ററിലല്ലേ, അന്ന് ഇത് ലാപ്ടോപ്പ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അതിങ്ങനെ നീണ്ട കടലാസിലായിരിക്കും, വളരെ ഫൈൻ പ്രിൻറ്റ് ഗാലി പ്രൂഫ്സ് വരും. അത് നമ്മൾ തന്നെ നോക്കണം. അത് കഴിഞ്ഞിട്ടാണ് അവർ ടൈപ്പ് സെറ്റ് ചെയ്യുക. ടൈപ്പ് സെറ്റ് ചെയ്തിട്ട് അയക്കുമ്പോൾ എഡിറ്റർ അസൈൻ ചെയ്യും. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ, ചില എഡിറ്റേഴ്സ് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അവർക്ക്. അങ്ങനെ ചില എഡിറ്റേഴ്സ് നല്ല ആനന്ദിനൊക്കെ കിട്ടി. ആനന്ദിന് പറയാൻ ഒരു നോർത്ത് ഇന്ത്യൻ ഗേൾ ആയിരുന്നു. പക്ഷെ ആനന്ദിന് പിന്നെ കേരളത്തിനെ കുറിച്ചല്ലല്ലോ എഴുതുക. ഗോവർദ്ധൻ്റെ യാത്രകൾ ഒട്ടുമല്ല. ഒരു രസികൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി വളരെ വളരെ ശ്രദ്ധിച്ച് എല്ലാ സെൻറ്റൻസും നോക്കി നല്ലോണം വർക്ക് ചെയ്ത് കേട്ടോ എൻ്റെ കൂടെ. യങ് ഗേൾ ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ താങ്ക് ചെയ്ത് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഡിഡ് യു തിങ്ക് ഓഫ് ദ നോവൽ? കുറച്ച് നേരം മിണ്ടാണ്ടിരുന്നു. പറയട്ടെ എന്ന് ചോദിച്ചു. ഓ പറഞ്ഞു. ഐ വാസ് വെരി ഡിപ്രസ്ഡ്. വളരെ ചെറിയ കുട്ടിയാണ്, 30 വയസ്സായിട്ടുണ്ടോ സംശയം.
അപ്പോൾ അവൾക്ക് അത് വലിയ സങ്കടമായി തോന്നുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു റീഡ് ഇറ്റ് അഗെയിൻ, കുറച്ച് പ്രായമായിട്ട് വിൽ ചേഞ്ച് യുവർ ഒപ്പീനിയൻ. അതെ അതെ അതെ. പുസ്തകങ്ങൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ടല്ലോ. അതെ, ഒരേ രണ്ടാം സെക്കൻഡ് റീഡിങ് തേർഡ് റീഡിങ്ങിലല്ലേ ശരിക്കും നമുക്ക് മനസ്സിലാവുക. അതെ. ഈ വിവർത്തകരുടെ, ഇപ്പോൾ എഴുത്തുകാരുടെ അപ്ഡേഷൻസ് അല്ലെങ്കിൽ എഴുത്തുകാരുടെ വ്യത്യസ്തത എന്ന് പറയുന്നത് പല വിഷയങ്ങളിൽ അവർ കാണിക്കുന്ന നിരീക്ഷണ പാടവം, അവരുടെ വാക്കുകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഹണ്ടിങ്, ഇതൊക്കെയാണല്ലോ. വിവർത്തകരുടെ നവീകരണങ്ങൾ എങ്ങനെയൊക്കെയാണ്? അതേ വഴി തന്നെയാണ് പോവുക, പക്ഷെ വേറെ ഒരു ലാംഗ്വേജിൽ. അപ്പോൾ അതിൽ ഒരു എന്താ പറയണ്ട, ഒരു അതിൽ ചെയ്യുന്ന ഇരട്ടിപ്പണിയാണ്. ആ വഴി എടുക്കണം, എന്നിട്ട് ആ വഴി വേറെ ഒരു ലാംഗ്വേജിൽ റെൻഡർ ചെയ്യണം. അപ്പോൾ അതിൽ ആക്ച്വലി ദർ ആർ ടു മിഷൻസ് ഇൻവോൾവ്. ബ്രെയിൻ എങ്ങനെ പകുത്തു കൊടുക്കണോ? അതെ അതെ. സ്ട്രെയിൻ തോന്നിയിട്ടുണ്ടോ? ഓഫ് കോഴ്സ്. ചിലപ്പോൾ മനസ്സിലാവില്ലല്ലോ എന്താണ് ഓത്തേഴ്സ് MT സക്കറിയ, ആനന്ദൊക്കെ നമ്മൾ ചോദിച്ചാൽ പറഞ്ഞു തരും കേട്ടോ. ഇത് ശരിക്കും നിങ്ങൾ ഇത് എന്താണ് നിങ്ങൾ മീൻ ചെയ്തത് ഇങ്ങനെ എഴുതിയത് ചോദിച്ചാൽ വളരെ പേഷ്യൻ്റായിട്ട് പറഞ്ഞു തരും. അങ്ങനെ സഹകരിക്കാത്ത എഴുത്തുകാരുണ്ടോ? സഹചരിക്കാത്തല്ല, ഇൻഡിഫറൻ്റ് ആയിട്ടുള്ളവരുണ്ട്. എഴുതിക്കോളൂ എന്ന് പറയും. അവർക്ക് ചിലപ്പോൾ അത്ര ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഈ പ്രോസസ്സിൽ. പക്ഷെ റിയലി കമ്മിറ്റഡ് റൈറ്റേഴ്സിന് എപ്പോഴും ഇൻട്രസ്റ്റ് ഉണ്ടാവും, അവർ നല്ലോണം സഹായിക്കും. വീക്കെൻഡ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ നോക്കിയിട്ടില്ല. എന്താ വെച്ചാൽ എനിക്ക് എൻ്റെ ഒരു വിശ്വാസം ഹ്യൂമർ സ്വതവേ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വിഷമാണ്. ആൻഡ് ലോക്കലൈസ്ഡ് ഹ്യൂമർ ലൈക്ക് വീക്കെൻഡ്സ് ഇംപോസിബിൾ. സഞ്ജയനൊക്കെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നു, എൻ്റെ അച്ഛന് സഞ്ജയൻ. അപ്പോൾ ഞങ്ങൾ കംപ്ലീറ്റ് വർക്ക്സ് ഉണ്ടായിരുന്നു, ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് കുട്ടിക്കാലത്ത്. പക്ഷെ നമുക്ക് പറ്റില്ല. ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ കാലത്താണല്ലോ നമ്മൾ ജീവിക്കുന്നത്. അതെ, അതായത് ഇപ്പം ഒരു കാലത്ത് വളരെ തമാശയായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങൾ, എഴുതിയിരുന്ന കാര്യങ്ങൾ ഇപ്പോൾ പലതും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ സർവൈലൻസിൽ വരുന്നതാണ്. ഞാൻ ആ കാലത്തിലേക്ക് അങ്ങോട്ട് പെട്ടിട്ടില്ല കേട്ടോ, നോട്ട് യെറ്റ്. ഒന്നാമത് ഫിക്ഷൻ അല്ലേ, ഐ നെവർ പൊളിറ്റിക്കൽ നോവൽസ് അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ ഞാൻ. അപ്പോൾ ഐ നെവർ എൻകൗണ്ടേർഡ് ഒരു പ്രോബ്ലം അതിൽ. തീർച്ചയായിട്ടും ഇപ്പോൾ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. അല്ല, അത് ചില കാര്യങ്ങൾ, അപ്പോൾ ഒരു സ്ത്രീ വിരുദ്ധമായ പ്രസ്താവനയോ, ഇപ്പൊ നമ്മുടെ ഒരു എന്താണ് പറയാ, ജാതിയെയോ മതത്തിനെയോ ഒക്കെ ഇൻസൾട്ട് ചെയ്യുന്നതോ, അങ്ങനെയുള്ള ചില സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ സംഭാഷണങ്ങളിലൂടെ ഒക്കെ, കഥാപാത്രങ്ങളുടെ സംഭാഷണങ്ങളിലൂടെ ഒക്കെ കടന്നു വന്നിരിക്കാന്നൊക്കെ വരുമല്ലോ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് എനിക്ക് ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ല ഞാൻ എടുത്ത വർക്കിൽ. അത് നേരിടേണ്ടി വന്നാൽ നേരിട്ട് തന്നെ. അങ്ങനത്തെ നോവൽസേ ഞാൻ ചെയ്തിട്ടുള്ളൂ. മലയാളത്തിന്റെ വെറ്ററൻസ് ആയിട്ടുള്ള എഴുത്തുകാരെയാണല്ലോ കൂടുതലായിട്ടും അക്കാലത്ത് ട്രാൻസ്ലേറ്റ് ചെയ്തത്. അതെ. പുതിയ തലമുറയിൽപ്പെട്ട ആരെയാണ് ശ്രദ്ധിക്കാൻ? ഞാൻ ഒന്നാമത് എനിക്ക് വായിച്ച് പരിചയമില്ല, അതുകൊണ്ട് ഞാൻ അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല പുതിയ ആൾക്കാരെ. അപ്പോൾ ഈ വിവർത്തകരുടെ കണ്ണുപെടാൻ എഴുത്തുകാർ എന്ത് ചെയ്യണം? അതെനിക്കറിയില്ല. അതൊരു ചോദ്യമാണല്ലോ. അതെ അതെ. ഞാൻ എൻ്റെ വായനയുടെ കുറവാണെന്ന് വിചാരിക്കുന്നത്. ഈ അറിയപ്പെട്ട ഞാൻ തന്നെ മുമ്പേ വായിച്ചിട്ടുള്ള വർക്ക്സ് ഞാൻ നോക്കിയിട്ടുള്ളൂ ഇതുവരെ. അപ്പോൾ ഇതിലേക്ക് കടക്കേണ്ടി വന്നിട്ടില്ല. NP മുഹമ്മദിന്റെ ദൈവത്തിന്റെ കണ്ണ്, അതാണ് സാഹിത്യ അക്കാദമി അവാർഡ് നേടിത്തന്ന കൃതി. അദ്ദേഹം വിവർത്തനത്തിന് വഴങ്ങിത്തന്ന എഴുത്തുകാരനായിരുന്നു. ഓ, നല്ലോണം ഹെൽപ്പ് ചെയ്തു. വെച്ചാൽ അതിലെ കുറച്ച് ഭാഷയ്ക്ക് എനിക്ക് ഹെൽപ്പൊക്കെ വേണ്ടി വന്നു. പിന്നെ ചില വാക്കുകൾ അവരുടെ കമ്മ്യൂണിറ്റിയിൽ മാത്രം യൂസ് ചെയ്യുന്നത് ഒക്കെ അസലായി പറഞ്ഞു തന്നു. ഞാൻ കോഴിക്കോട്ട് പോയി കണ്ടു.
വളരെ ഹെൽപ്ഫുള്ളായിരുന്നു. അതൊരു രസമായിരുന്നു ആ നോവൽ ചെയ്യാൻ. ഒരു ദിവസം എത്ര സമയം ചെലവഴിക്കും? ഞാനൊരു ഓർഗനൈസ്ഡ് ട്രാൻസ്ലേറ്റർ അല്ല. ചില സമയം കിട്ടിയ 5-8 മണിക്കൂറൊക്കെ ഇരിക്കും, സമയം കിട്ടാത്ത ദിവസം 1 മണിക്കൂറേ പറ്റുള്ളൂ. 5-8 മണിക്കൂറൊക്കെ ഇരിക്കും പറ്റിയെങ്കിൽ. ആരുമില്ല വീട്ടിൽ, ഇപ്പമായിട്ട് ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ഇപ്പം എനിക്ക് ഒരുപാട് സമയം കിട്ടും. ഒറ്റ സ്ട്രെച്ചിൽ ഇരിക്കില്ല. ഇപ്പം എനിക്ക് വയ്യ ഒറ്റ സ്ട്രെച്ചിലിരിക്കാൻ. ഒരു 2-3 മണിക്കൂർ. പിന്നെ ഇപ്പം എനിക്ക് രാത്രി അധികം ഇരിക്കാൻ പറ്റുന്നില്ല. പണ്ടൊക്കെ രാത്രി 12-1 മണി വരെയൊക്കെ ഇരിക്കുകയായിരുന്നു. ഇപ്പം അത് വയ്യ. കണ്ണും ശരിക്കും കാണാൻ പറ്റില്ല. അങ്ങനെ വളരെ ഊർജ്ജസ്വലയായിട്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. എന്നാലും ഒരു അഗ്രസീവായിട്ട് ട്രാൻസ്ലേഷൻ ചെയ്തിരുന്ന കാലത്ത് എത്ര പുസ്തകമൊക്കെ ഒരു വർഷം? അത് ഡിപ്പെൻഡ്സ് ഓൺ ദ ബുക്ക്, സൈസ് അല്ല, അത് നേച്ചർ ഓഫ് ദ ബുക്ക്. ഇപ്പോൾ ഗോവർദ്ധനൊക്കെ ഒരുപാട് സമയം പിടിച്ചു. എന്താ വെച്ചാൽ വളരെ കെയർഫുള്ളായിട്ട് ചെയ്യണം. ഈ ഒരു സെൻറ്റൻസ് തന്നെ ആനന്ദിൻ്റെ ചെയ്യാൻ ചിലപ്പോൾ 1 മണിക്കൂർ പിടിക്കും. ഒരു സെന്റൻസിന് ഒരു പാരഗ്രാഫ് മരണ സർട്ടിഫിക്കറ്റ് അതുപോലെ മരണ സർട്ടിഫിക്കറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ വളരെ നേരത്തെ അബ്ദുള്ളയാണ് പറഞ്ഞത് എന്നോട് ചെയ്യാൻ. ആക്ച്വലി അതാണ് ആദ്യം ചെയ്തിരിക്കുന്നത്, ഞാൻ മറന്നുപോയി. അത് ഞാൻ ആദ്യത്തെ ആവുകൊണ്ട് അത് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള ട്രാൻസ്ലേഷനാണെന്ന്. ആരെങ്കിലും ഒന്നും കൂടി ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ചെയ്യും. അതേപോലെ വൈക്കം മുഹമ്മദ് ബഷീറിനെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ല? ഇല്ല, ധൈര്യം വന്നിട്ടില്ല. അന്ന് ഒരുപാട് ട്രാൻസ്ലേഷൻസ് വരുന്ന കാലമാണ്. ആഷറിൻ്റെ മാത്രമല്ല, കുറേ ഇന്ത്യൻസ് ഞാൻ അറിയുന്നവരുണ്ട് ട്രാൻസ്ലേറ്റ്, മലയാളികൾ. പക്ഷേ എനിക്കെന്തോ ഒരു പേടി. പേടി വരാനുള്ള കാരണമായിട്ട് അതിൻ്റെ ലാംഗ്വേജിലെ ചാലഞ്ചാണോ? ലാംഗ്വേജ് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റ് മാറ്ററും അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷനും ഒക്കെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഒരു സംസാരിക്കണ മാതിരിയല്ലേ. അപ്പം അതെനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് ഒരു സംശയമായിരുന്നു. ഈ വിവർത്തനം ചെയ്ത കൃതികളിൽ ചില കൃതികളൊക്കെ നമ്മളെങ്ങനെ ഹോണ്ട് ചെയ്ത് പിറകെ കൂടില്ലേ, ഒബ്സഷൻ പോലെ വരില്ലേ? അതെ അതെ അതെ. അങ്ങനെ തോന്നിയത് ഏതൊക്കെയാണ്? അത് ഓരോന്ന് ചെയ്യുമ്പോഴും ഒബ്സസ്ഡ് ആണ് നമ്മൾ. അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് എ ഫിനിഷ്ഡ് വർക്ക്. പക്ഷെ അത് ചെയ്യുമ്പോൾ ഒബ്സഷൻ ഉണ്ടാവും. അത് പിന്നെ ഗോവർദ്ധൻ്റെ യാത്ര, 2-ാം മൂഴത്തിന് കുറേ അധികം ഒബ്സഷൻ അധികമായിരിക്കും. മാധവിക്കുട്ടിക്ക് അതുപോലെ സ്വതന്ത്ര വിവർത്തനം കുറവാന്ന് തോന്നുന്നു അല്ലേ? ആൻഡ് ബിക്കോസ് ഷീ ഈസ് വെരി ഗുഡ് ഇൻ ഇംഗ്ലീഷ്. അപ്പോൾ അവർക്ക് 2 ഭാഷയും ഈക്വലി ഗുഡ് ആയിരുന്നില്ലേ. അതുകൊണ്ട് അതൊന്ന് നോക്കി എന്നല്ലാണ്ട് പിന്നെ ഞാൻ നോക്കിയിട്ടില്ല. പക്ഷെ മാധവിക്കുട്ടിയെ കാണാനും സംസാരിക്കാനും എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. നിങ്ങൾ സുഹൃത്തുക്കളായിരുന്നല്ലോ? നല്ല സുഹൃത്തുക്കളായിരുന്നു. എൻ്റെ കൂടെ മദ്രാസിലൊക്കെ വന്ന് താമസിച്ചിട്ടുണ്ട്. വലിയ ഇഷ്ടമായിരുന്നു. അവസാന കാലം വരെ ആ സൗഹൃദം തുടർന്നു? ഉവ്വ. പിന്നെ പൂനെക്ക് പോയതിന് ശേഷം ഞാൻ കണ്ടില്ല. പൂനെക്ക് പോകാൻ വലിയ സങ്കടമായിരുന്നു. പൂനെക്ക് കൊണ്ടുപോയില്ലോ ഷോഡു, ചെറിയ മകൻ. അവിടെ ആരും ഇവിടെ ആവുമ്പോൾ വിടാണ്ട ആൾക്കാർ വന്ന് കാണാൻ വരും, സംസാരിക്കാൻ വരും. എന്നും തിരക്കാണ് വീട്ടിൽ. അവരത് നന്നായിട്ട് ആസ്വദിക്കുകയും ചെയ്യുമായിരുന്നു. വലിയ ഇഷ്ടമാണ് ആൾക്കാർ വന്നാൽ. വളരെ മിസ് ചെയ്യും. ഫോൺ ചെയ്തായിരുന്നു ഞാൻ ഇടയ്ക്ക്. രസമായിരുന്നു സംസാരിക്കാൻ. ഒരുപാട് വ്യക്തിപരമായ കാര്യങ്ങൾ പങ്കുവെക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. വ്യക്തിപരമായ ചില കാര്യങ്ങൾ ഐ റിയലി തിങ്ക് ഫിക്ഷനും നോൺ ഫിക്ഷനുമായിട്ട് അവർക്കൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. ഷീ ബിലീവ്ഡ് ഇൻ ഹെർ നോൺ ഫിക്ഷൻ. നോൺ ഫിക്ഷൻ ലൈഫിലാണോ? ഉണ്ടാക്കി പറയുന്നതും അനുഭവിച്ച് പറയുന്നതും ഒക്കെ ഒരുപോലെ അനുഭവിച്ച മാതിരി തന്നെയാണ്. ആ ഒരു കഴിവുണ്ടായിരുന്നു. ഇപ്പോഴെങ്ങനെയാ ജീവിതമൊക്കെ ഗീതാ മാമിൻ്റെ? എൻ്റെ ഇപ്പോൾ എനിക്ക് ചെന്നൈ വലിയ ഇഷ്ടമാണ്. ഇപ്പം 55 മുതൽക്ക് ഞാൻ അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ
ഫ്രണ്ട്സൊക്കെ ആയിട്ട് പുറത്തൊക്കെ പോവും, വീട്ടിൽ വർക്ക് ചെയ്യും. സുഖമാണ് ജീവിതം. മക്കൾ എപ്പോഴെങ്കിലുമൊക്കെ വരും കാണാൻ. 3 ആൺകുട്ടികൾ. 3 ആൺകുട്ടികൾ. 3 പേരും സെറ്റിലായി. ഇപ്പം മുതുമുത്തശ്ശിയായി. മൂത്ത ആൾക്കൊരു പേരക്കുട്ടി ഉണ്ടായി. നവതിയൊക്കെ ഗംഭീരാക്കി. അവരെല്ലാവരും വന്ന് നടത്തി. രസമായിരുന്നു. ഇപ്പൊ ഈ ഒരു ലൈഫില് സത്യത്തിൽ വളരെ മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ഒരു ജീവിതമാണല്ലോ. അതായത് 19ാമത്തെ വയസ്സിൽ കല്യാണം കഴിച്ചു പോവുകയും ഒരു സാധാരണ വീട്ടമ്മയെ പോലെ എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്യുകയും, ഒരു പർട്ടിക്കുലർ ഏജിൽ പെൺകുട്ടികൾക്ക് സംഭവിക്കുന്ന ഒന്നാണത്. ചിലപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് സെറ്റിലായി ഫാമിലിയൊക്കെ ആയിട്ട് കുടുംബവും ഒക്കെ പ്രാരാബ്ദങ്ങളാകുമ്പോൾ എന്തൊക്കെയോ ഉണ്ടായിരുന്ന ആഗ്രഹങ്ങളെ മുഴുവൻ അങ്ങ് പാടെ റദ്ദ് ചെയ്യപ്പെട്ടു പോകും, ക്യാൻസൽ ചെയ്യപ്പെട്ടു പോകും. പിന്നെയാണ് കുറെ കാലം കഴിഞ്ഞിട്ട് ഞാനൊന്നും ആയില്ലല്ലോ എന്നുള്ളത് തിരിഞ്ഞു. ആ ഒരു സംഗതിക്ക് അങ്ങനെ ഒരു വിചാരം എല്ലാ കാലവും സ്ത്രീകൾ അനുഭവിക്കുന്ന ഒന്നാണ്. പക്ഷെ അതിനെ എത്ര മനോഹരമായിട്ടാണ് ഗീതാ മാം അതിനെ തിരുത്തി എഴുതിയത് എന്നുള്ളതാണ്. അത് ഞാനൊരിക്കലും അങ്ങനെ സംഭവിക്കുന്നു വിചാരിച്ചില്ലായിരുന്നു. പക്ഷെ അങ്ങനെ എന്തോ ഡെസ്റ്റിനി ഹെൽപ്പ് മീ അത്രേ പറയാനുള്ളൂ. അപ്പം അതിലേക്കാണ്ട് ഒഴുകി പോകാൻ പറ്റി. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അത് പറ്റുന്നത്. ഒരുപാട് ലിറ്റററി ഫിഗേഴ്സിനെ കാണാനും ഒക്കെ പറ്റി. അത് മലയാളത്തിലെ എക്കാലത്തെയും അധികായരുടെ കൂടെയാണ് സാഹിത്യത്തിലെ. അതെ, അതൊന്നും തീരെ ഞാൻ വിചാരിച്ചതല്ല. അത് ഒരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ ഒരു ക്രിയേറ്റീവ് പാർട്ട്, വിവർത്തനം എന്ന് പറയുന്നതിന്റെ ക്രിയേറ്റിവിറ്റി നമ്മൾ അവിടെയാണല്ലോ കാണുന്നത്. വലിയൊരു ക്രിയേറ്റീവ് പാർട്ട്, അതായത് ഓതറെ പോലെ തന്നെ, എഴുത്തുകാരെ പോലെ തന്നെ അത്രയധികം തുല്യ സ്വാതന്ത്ര്യത്തോടു കൂടിയിട്ട് അവരുടെ കൃതി ഒരിക്കലും പറ്റില്ല. ഏകദേശമൊക്കെ അത്രേ പറയാൻ പാടുള്ളൂ. ഒരിക്കലും ഞാൻ പറയില്ല അത് പറ്റില്ല. ഒരാളുടെ തനി പകർപ്പായിട്ടൊന്നും പറ്റില്ല. സംവേദനീയ. നമ്മുടെ മലയാള കൃതികൾ ഈ ഒരു വിവർത്തന മേഖലയിലേക്ക് ധാരാളം എക്സ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ഇതുണ്ടോ? അതോ അതായത് കുറെ ട്രാൻസ്ലേഷൻസ് ഇന്ത്യൻ, നമ്മളുടെ മലയാളം മാത്രമല്ല, ഇന്നാളും കൂടി ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചു. വളരെ മോശമാണ്. ഒന്നാമത് നമ്മുടെ പബ്ലിഷേഴ്സിന് ഇൻട്രസ്റ്റ് ഇല്ല, പബ്ലിസിറ്റി ഒന്നുമില്ല. അപ്പോൾ വളരെ മോശമാണ് ട്രാൻസ്ലേഷൻ ഫീൽഡ്. പിന്നെ അവിടെ റോയൽറ്റീസും മോശം. ഞങ്ങളൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടും അതിനൊരു എന്താ പറയണ്ട, ഒരു ലോയൽറ്റി ഉള്ളതുകൊണ്ടും ഇങ്ങനെ പോകണമെന്നല്ലാണ്ട്, അതുകൊണ്ട് ജീവിക്കേണ്ടാത്തത് കൊണ്ടും. ഇപ്പോൾ ഇപ്പോഴത്തെ യങ് ട്രാൻസ്ലേറ്റേഴ്സ് അതുകൊണ്ട് ജീവിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ കുറച്ച് കാലമൊക്കെ മാറിയല്ലോ, കുറച്ച് കമേഴ്ഷ്യലൈസ് ചെയ്തില്ലേ എല്ലാം. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷൻ കുറച്ചും കൂടി ഹാപ്പിയാണെന്ന്. ഞങ്ങളുടെയൊക്കെ വിറ്റു അത്രയും. വിൽപ്പന വലിയൊരു ഘടകമാണല്ലേ. നമ്മളെ എഫേർട്ട് മുഴുവൻ ക്യാൻസലായി പോവും, അങ്ങനെയാണല്ലോ. ഒക്കെ പോവും. ഈ വിവർത്തനപരമായ വിജയം ഞങ്ങൾക്കൊക്കെ ആക്ച്വലി ഇപ്പോൾ ആനന്ദിൻ്റെ നോവല് മയ്യഴിയൊക്കെ റോയൽറ്റി കിട്ടുന്നതൊക്കെ 2 ഡിജിറ്റ് റോയൽറ്റിയൊക്കെ കിട്ടുള്ളൂ ചിലപ്പോൾ. അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ചെയ്യാൻ തോന്നിയാൽ ചെയ്യാന്നല്ലാണ്ട്. ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് കുറച്ച് ഭേദമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയില്ല, എനിക്ക് അവരായിട്ട് വലിയ കോണ്ടാക്റ്റ് ഒന്നുമില്ല. എല്ലാവരും ഇവിടെയല്ലേ, പുറമെ അത്ര ആൾക്കാരില്ല. ഇത്രയും കാലത്തെ ഒരു ലിറ്റററി കോൺട്രിബ്യൂഷനിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതാർക്കും വേറെ എടുക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ചെയ്തുല്ലോ, ഞാൻ ഇവരെയൊക്കെ കണ്ടുല്ലോ, ഇവരായിട്ട് ഇവരുടെ കൂടെ വർക്ക് ചെയ്തുള്ളൂ, അതിൻ്റെയൊക്കെ ഒരു സന്തോഷമുണ്ട്. ആത്മകഥ എഴുതാൻ തോന്നിയിട്ടുണ്ടോ? അതെന്താ അങ്ങനെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്താ ഉണ്ടായിരിക്കണം? ഇത്രയധികം ഒരു ക്രിയേറ്റീവ് ഫീൽഡിൽ ജോലി ചെയ്യുമ്പോൾ ഞാൻ ആകപ്പാടെ ക്രിയേറ്റീവായിട്ട് ഒരൊറ്റ കഥ എഴുതിയിട്ടില്ല. ചെങ്ങമനാട്ടിനെ പറ്റിയാണ്. അയച്ചു തരാൻ ഞാൻ. അയക്കണം. ഒരു നോവലൊക്കെ എഴുതാം. അങ്ങനെ എനിക്ക് തോന്നില്ല. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു
ഈ ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ നമ്മുടെ സ്വന്തം ക്രിയേറ്റിവിറ്റി പോവും, ഉം. ഉം. നമ്മൾ തന്നെ ക്രിട്ടിക്കലാവും നമ്മളുടെ എഴുതിയാൽ. ആ. ഉം. ഉം. അതുകൊണ്ടും ആയിരിക്കും എൻ്റെ കുട്ടികളെ കുറേ പ്രേരിപ്പിച്ചു എന്നെ എഴുതാൻ. ഉം. ഉം. പക്ഷെ എന്തോ എനിക്ക് പറ്റിയിട്ടില്ല. ഉം. ആശയങ്ങൾ ഒരുപാട് മനസ്സിലുണ്ടാവില്ലേ? ഇല്ല, അതിനെപ്പറ്റി ഞാൻ ആഗ്രഹിച്ചിട്ടുമില്ല. ഉം. ഇത്രയൊക്കെ പറ്റിയല്ലോ, അത് മതി. എഴുത്തുകാർ പിണങ്ങിയിട്ടുണ്ടോ? ഞാൻ ഉദ്ദേശിച്ചത് അതല്ലായിരുന്നു, ഇങ്ങനെയാണത് വന്നത്, ആ വാക്കല്ല അവിടെ ഫിറ്റ് ആയിരുന്നത്. എന്നോടോ? ആ. ഇല്ല, എനിക്ക് ആ അനുഭവം ഉണ്ടായിട്ടില്ല. മിക്കവർക്കും ചിലർക്ക് അങ്ങനെ മുഴുവന് സമ്മതിക്കാനൊരു മടിയുണ്ട്. അത് അവർക്ക് ഉണ്ടാവില്ലേ, അവരുടെ എപ്പോഴും ലോസ്റ്റ് ഇൻ ട്രാൻസ്ലേഷൻ അല്ലേ. ആ. അതെ അതെ. അപ്പം അവർക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? ആ. ഐ റെസ്പെക്ട് ദാറ്റ്. ഉം. പക്ഷെ എന്നെ ആരും ഇതായിട്ട് പറഞ്ഞിട്ടില്ല. വെരി എൻ്റെ ഓത്തേഴ്സൊക്കെ വളരെ അതെ. നന്നായി പെരുമാറി. അതെ. ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഭാഗത്തിനൊപ്പമാണല്ലോ ജോലി ചെയ്യുന്നത് എഴുത്തുകാരെന്ന് പറയുമ്പോൾ, അല്ലേ? അതെ. പലതും കോംപ്രമൈസ് ചെയ്യേണ്ടി വരുമല്ലോ. പിന്നെ അവരുടെ കൃതിക്ക് ഒരു തരത്തിലുള്ള അതെ അതെ തട്ടെപ്പോഴും താഴ്ന്നിരിക്കണമല്ലോ. ഒക്കെ അവരെ മാറ്റി എഴുതാൻ പറ്റില്ലല്ലോ. അതെ അതെ. ചില മൂലകൃതികൾ കാണുമ്പോൾ ഇതെന്താ അബദ്ധമാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നതെന്നോ അങ്ങനെയൊക്കെ തോന്നി? അങ്ങനെയൊക്കെ തോന്നിയിട്ടില്ല. ബിക്കോസ് ഞാൻ ഇതുവരെ എടുത്തിരിക്കുന്ന നോവൽസൊക്കെ ഒക്കെ ഹൈ സ്റ്റാൻഡേർഡാണ്. അപ്പം എനിക്ക് ആ ഒരു തോന്നൽ വന്നിട്ടില്ല. ഇപ്പോൾ 90-ാം വയസ്സിലും എന്താണ് പറയുക, 19ന്റെ വീര്യത്തോട് കൂടിയിട്ട് വിവർത്തന മേഖലയിൽ സജീവാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യത്തിൽ ഞങ്ങൾക്കൊക്കെ അത്ഭുതമാണ്. ഇപ്പോൾ ഉള്ള പ്രോജക്ട്സ് കഴിക്കാൻ തീർത്ത് കൊടുക്കാണ്ട് പറ്റുമോ? അതെ, എന്നാലും അടുത്തത് പെട്ടെന്ന് എടുക്കുമല്ലോ, അല്ലേ? ഇനി എടുക്കില്ല ഞാൻ പ്രോജക്ട്സ് കഴിയുന്നു. പക്ഷെ ഗീതാ മാമിന്റെ ക്യൂ ആണ് പ്രോജക്ട്സ് എന്നൊക്കെയാണല്ലോ കേൾക്കുന്നത്. ഏ ഗീതാ മാമിന്റെ ക്യൂ ആണെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇനി അങ്ങനെ അതൊക്കെ വെറുതെ പറയണം. വെറുതെ പറയണേന്ന്. ഇതൊരു റിട്ടയർമെന്റ് ഇല്ലാത്ത ഫീൽഡാണല്ലോ എഴുത്ത് എന്ന് പറയുന്നത്. ഒരു ഇതോടുകൂടി ഞാൻ നിർത്തും. ഇനിയുള്ള 1-2 വലിയ പ്രോജക്ട്സ് എല്ലാം ഇതോടുകൂടി കഴിയും. എന്നിട്ട് എന്താ പരിപാടി? അപ്പോഴേക്കും പിന്നെ കുറേ വായിക്കും. ഇപ്പം വായനയ്ക്ക് അത്ര സമയം കിട്ടുന്നില്ല. ഒറ്റപ്പടി വായിക്കാറുണ്ട്, മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ. പിന്നെ വായിക്കാൻ വേണ്ടിയിട്ട് അതെ, എഴുത്ത് നിർത്തും. അതെ. പിന്നെ എത്ര പുസ്തകങ്ങളാണ് ഇപ്പോൾ ഇറങ്ങണ എല്ലാ ഭാഷയിലും എല്ലാ രാജ്യത്തും. അതെ. കൊതിയാവുന്നു ചിലപ്പോൾ സമയം കിട്ടാൻ. തിരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? അതായത് വേൾഡ് ക്ലാസിക്കുകളിൽ നിന്നോ ലോകോത്തരമായിട്ടുള്ള നോവലുകളിൽ നിന്നോ മലയാളത്തിലേക്ക്? ഇല്ല, എനിക്ക് നമ്മൾക്ക് എപ്പോഴും ഈ 2 ലാംഗ്വേജുകൾ മിക്ക ആളുകൾക്കും ആ ടാർഗറ്റ് ലാംഗ്വേജിലെ കഴിവ് കൂടുള്ളൂ. സോഴ്സ് ലാംഗ്വേജ് അത്ര എൻ്റെ കാര്യത്തിൽ ശരിയാണ്. എനിക്ക് മലയാളം ഞാൻ തന്നെ പഠിച്ചുണ്ടാക്കിയതല്ലേ. അപ്പോൾ എൻ്റെ കഴിവ് ജാസ്തി ഇംഗ്ലീഷിനാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കില്ല, തിരിച്ചു നോക്കില്ല, നോക്കിയിട്ടൊന്നുമില്ല. പറ്റില്ല എനിക്ക്. ഈ പേര് ഡോക്ടർ ഗീതാ കൃഷ്ണൻകുട്ടി എന്ന പേര് സാഹിത്യത്തിൽ അതിൻ്റെതായ ഇടം ഇപ്പോഴേ ഉള്ളതാണ്. എന്നിരുന്നാലും കൂടുതൽ ശോഭയോടുകൂടി ഇവിടെ തന്നെ നിലനിൽക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്.